So welcome everyone. So let's get started with Jan 29th JE session, morning session and a question by discussion. Okay. So question number 1. Okay, the assertion reason question. Okay, assertion. A choke coil is simply a coil having a large inductance but a small resistance. Choke coil are used in a fluorescent lamp. If household electric power is directly connected to a mercury tube, the tube will be damaged. Okay, അതാണ് assertion. അതായത് നമ്മുടെ ഒരു ട്യൂബിൻ്റെ ഒക്കെ നമ്മുടെ ഹൗസ് ഹോൾഡൊക്കെ വീട്ടിലൊക്കെ ട്യൂബൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഇപ്പോൾ പറയണ ട്യൂബിൻ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സീരീസ് ആയിട്ട് ഒരു ചോക്കിലൂടെ കണക്ട് ചെയ്യുക, എന്നിട്ട് അതോടെ ഇൻപുട്ട് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അത് ട്യൂബിൽ ഡയറക്റ്റ് ആയിട്ടല്ല കണക്ട് ചെയ്യുന്നത്, അത് ഇൻപുട്ട് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു സീരീസ് ആയിട്ടൊരു ചോക്ക് കോയിൽ കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ബൈ യൂസിങ് ദി ചോക്ക് കോയിൽ ദ വോൾട്ടേജ് അക്രോസ് ദ ട്യൂബ് ഈസ് റെഡ്യൂസ് ബൈ എ ഫാക്ടർ ആർ ബൈ square root r square plus omega l all square, where omega is the frequency of the supply across resistor and inductor L. If the choke coil were not used, the voltage across the resistor would be the same as the applied voltage. Okay. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു വോൾട്ടേജ് വി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഈ ട്യൂബിൻ്റെ റെസിസ്റ്റൻസ് ആർ. അപ്പോൾ ഇത് ചോക്ക് കോയിൽ, അതിൻ്റെ എക്സൽ ഇൻഡക്റ്റൻസ് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വരുമ്പോൾ എക്സൽ ഈക്വൽ ടു എൽ ഒമേഗ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇമ്പിഡൻസ്, ഈ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എടുക്കുമ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ ഓൾ സ്ക്വയർ വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അസേഷൻ കറക്റ്റാണ്. നമ്മുടെ ചോക്ക് കോയിലൊക്കെ നമ്മുടെ ട്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചോക്ക് കോയിലും കാണും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത്, അപ്പോൾ ഇതിൻ്റെ ഈ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വി ആർ, അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് എക്സ് എല്ലിൽ നിന്ന് നമുക്ക് ഇൻഡക്ടർ വരും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് കറണ്ട് ഐ ഇൻറ്റു ആർ എന്ന് നമുക്ക് എഴുതാം. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ഇസഡ് ഇൻറ്റു ആർ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ ഇസഡ് ഈസ് ഈക്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വി ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് പറയുമ്പോൾ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ ഇൻറ്റു ആർ വരും. അപ്പോൾ ഇറ്റ് ഈസ് റെഡ്യൂസ് ബൈ എ ഫാക്ടർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സോ വി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന എൻ്റയർ വോൾട്ടേജ്, ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ഡയറക്റ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് ആ ട്യൂബ് നേരെ ഡയറക്റ്റ് സപ്ലൈ വോൾട്ടേജിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു ആ സപ്ലൈ വോൾട്ടേജിന് ഇവിടെ കിട്ടിയത് വോൾട്ടേജ് അക്രോസ് നമ്മുടെ ട്യൂബ് എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ട്യൂബ് എന്ന് പറയുമ്പോൾ ആ വി ഇറ്റ് സെൽഫാണ്. അപ്പോൾ ഈ കേസ് വരുമ്പോൾ നമ്മളൊരു ഇൻഡക്ടർ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ ആ കേസിൽ അതിൻ്റെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് അക്രോസ് ട്യൂബ് ബിക്കം വോൾട്ടേജ് അക്രോസ് ട്യൂബ് എന്ന് പറയുമ്പോൾ വി ഇൻറ്റു ആർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ഓൾ സ്ക്വയർ ആയിട്ട് കുറയും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന റീസണും കറക്റ്റാണ്. കാരണം നമുക്ക് വോൾട്ടേജ് അക്രോസ് ട്യൂബ് നമുക്ക് ഇങ്ങനെ ഈ ഒരു കണക്ഷൻ വരുമ്പോൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27 അല്ലെങ്കിൽ second question. So two projectiles are fired with the same initial speed from the same point on a ground at an angles 45 minus alpha and 45 plus alpha respectively with the horizontal direction. The ratio of their maximum height attained is. അപ്പോൾ രണ്ട് സെയിം സ്പീഡിൽ തന്നെ, രണ്ടിൻ്റെ വെലോസിറ്റി സെയിം, അതിൻ്റെ മൈൻഡിയുടെ വെലോസിറ്റി സെയിം. ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് 45 മൈനസ് ആൽഫ. സോ സെക്കൻഡ് പ്രൊജക്ടൈലിൻ്റെ കേസാണെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് 45 പ്ലസ് ആൽഫയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ്, ഓക്കെ, ഇത് പ്രൊജക്ടൈൽ 1, ഇത് പ്രൊജക്ടൈൽ 2. ഇപ്പോൾ രണ്ടിൻ്റെ മാക്സിമം ഹൈറ്റ് സെയിം ആണ്. സോ h1 ഈസ് ഈക്വൽ ടു h2. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ h ഈസ് ഈക്വൽ ടു സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. പിന്നെ അത് h1 ഈസ് ഈക്വൽ ടു h2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ h1 ഈസ് ഈക്വൽ ടു h2 എന്ന് പറയുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ 45 മൈനസ് ആൽഫ ബൈ 2g ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ 45 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ യു സ്ക്വയറും 2gയും കോമൺ ആയിട്ട് വരും. അപ്പോൾ അത് രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ 45 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ, മാക്സിമം ഹൈറ്റ് സെയിം ആണെന്നല്ല, മാറിപ്പോയി. അതിൻ്റെ റേഷ്യോ ഹൈറ്റ് അറ്റൈൻഡാണ് ചോദിച്ചിരിക്കുന്നത്, മാറിപ്പോയി.
വാട്ട് ഈസ് റേഷ്യോ ഹൈറ്റ് അറ്റൈൻ, അതായത് പ്രൊജക്ടൈൽ 1-ൻ്റെയും പ്രൊജക്ടൈൽ 2-ൻ്റെയും H1 ഓക്കെ, റേഷ്യോ ഓഫ് മാക്സിമം ഹൈറ്റ് അറ്റൈൻ H1/H2 നമുക്ക് കണ്ടുപിടിക്കണ്ടേ. സോ H1/H2 കണ്ടുപിടിക്കുമ്പോൾ u സ്ക്വയർ സൈൻ സ്ക്വയർ 45 മൈനസ് ആൽഫ ബൈ 2g ഡിവൈഡ് ബൈ u സ്ക്വയർ സൈൻ സ്ക്വയർ 45 പ്ലസ് ആൽഫ ബൈ 2g എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2gയും അതുപോലെ തന്നെ u സ്ക്വയർ രണ്ടും കോമണാണ്. അപ്പോൾ അത് ഫൈനലി അതിൻ്റെ റേഷ്യോ എടുക്കുക നമുക്ക് സൈൻ സ്ക്വയർ 45 മൈനസ് ആൽഫ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ 45 പ്ലസ് ആൽഫ എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രിഗ്നോമെട്രിയുടെ ഒരു അപ്രോക്സിമേഷൻ അതിൻ്റെ മാത്തമാറ്റിക്കൽ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം സൈൻ സ്ക്വയർ ഓക്കെ, സൈൻ സ്ക്വയർ കോസ് 2θ എന്ന് പറഞ്ഞത് നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2θ ബൈ 2 വരും. അപ്പോൾ സൈൻ സ്ക്വയർ 45 മൈനസ് ആൽഫ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1 മൈനസ് കോസ് 2 ഇൻറ്റു 45 മൈനസ് ആൽഫ, അതായത് കോസ് 2θ, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 40 മൈനസ് ആൽഫ ബൈ 2 വരും. മറ്റേ സൈൻ സ്ക്വയർ പ്ലസ് തീറ്റ അതും 1 മൈനസ് കോസ് 2 ടൈംസ് 45 പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ എഗെയിൻ ഈ 1/2 2 കോമൺ അത് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ സോ 1 മൈനസ് കോസ് 90 മൈനസ് ആൽഫ വരും. സോ 90 മൈനസ് 2 ആൽഫ, ആൽഫയല്ല 2 ആൽഫ. ഇത് 1 മൈനസ് കോസ് 90 പ്ലസ് 2 ആൽഫ വരും. സോ കോസ് 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ കോസ് 90 മൈനസ് 2 ആൽഫ എന്ന് പറയുമ്പോൾ 1 മൈനസ് സൈൻ 2 ആൽഫ വരും. ഇത് 1 മൈനസ് കോസ് 90 പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ 1 മൈനസ് ഇത് മൈനസ് ഓഫ് കോസ് 90, സോ കോസ് 90 പ്ലസ് തീറ്റ, സോ നെഗറ്റീവ് സൈൻ തീറ്റയാണ്, നെഗറ്റീവ് സൈൻ തീറ്റ. അപ്പം നെഗറ്റീവ് സൈൻ 2 ആൽഫ വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് വരും. അപ്പോൾ 1 മൈനസ്, സോ 1 മൈനസ് 2 ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 2 ആൽഫ വരും. സോ ഇതിൻ്റെ ആൻസർ 1 മൈനസ് സൈൻ 2 ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 2 ആൽഫ. സോ 1 മൈനസ് സൈൻ 2 ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 2 ആൽഫ. അപ്പോൾ അങ്ങനെ വരുന്നത് ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 2, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, so an electric dipole of mass m and charge q and length l is placed in a uniform electric field E is equal to E dot I. When the dipole is rotated slightly from its equilibrium position and released, the time period of its oscillation will be. For electric dipole, ഈ ഒരു ഡൈപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിന് ചെറിയൊരു ആംഗിൾ തീറ്റ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ചെറിയൊരു ആംഗിൾ നമ്മൾ തീറ്റ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാവും. റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു അത് Q ടൈംസ് E ആണ്. റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു Q ടൈംസ് E. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ടോ റീസ്റ്റോറിംഗ് ഈസ് ഈക്വൽ ടു സോ നെഗറ്റീവ് ഓക്കെ, നെഗറ്റീവ് Q ടൈംസ് സോ Q ഇൻറ്റു E L സൈൻ തീറ്റ വരും. Q E അല്ല, ഫോഴ്സാണ് ഇതിൻ്റെ അകത്ത് ഫോഴ്സാണ് Q E, മാറിപ്പോയി, ഫോഴ്സ് Q E. അപ്പോൾ നമ്മൾ ടോർക്ക് റീസ്റ്റോറിംഗ് ഈസിക്കൾ നമ്മൾ Q ഇൻറ്റു E ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഫൈനൽ എടുക്കുമ്പോൾ നമുക്ക് L സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ നെഗറ്റീവ് വരും. അപ്പോൾ ആംഗിൾ ചെറിയ ആംഗിൾ ആകുമ്പോൾ നമുക്ക് Q E L എന്ന് വരും. അതായത് PE. അപ്പോൾ നമ്മുടെ ടോർക്ക് റീസ്റ്റോറിംഗ് ഈസിക്കൾ ടു PE എന്ന് വരും. P എന്ന് പറയുമ്പോൾ Q ഇൻറ്റു L ഇൻറ്റു E ആണ്, Q ഇൻറ്റു L ഇൻറ്റു E. അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, Q ഇൻറ്റു L ഇൻറ്റു E. അപ്പോൾ ഈ ഡൈപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇനി നമുക്ക് ഇതിൽ റീസ്റ്റോറിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ കിട്ടി. QEL സൈൻ തീറ്റ വരും, P ഡോട്ട് E QEL സൈൻ തീറ്റ.
ഇപ്പോൾ ചെറിയ ആംഗിൾ തീറ്റ ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്ക് അപ്രോക്സിമറ്റ്ലി സൈൻ തീറ്റ സിക്കൾ തീറ്റ എന്ന് എടുക്കാം. സോ നെഗറ്റീവ് ക്യൂ ഇൻറ്റു ഇ ഇൻറ്റു എൽ ഇൻറ്റു തീറ്റ എന്ന് വരും. ഇതാണ് റീസ്റ്റോറിംഗ് ടോർക്ക്. അപ്പോൾ ആ റീസ്റ്റോറിംഗ് ടോർക്ക് അറിയാം ഇതിൻ്റെ ഐ ആൽഫ, അതിനൊരു ആംഗുലർ ആക്സേഷൻ കാണും. സോ ഐ ആൽഫ ഈസിക്കൾ നമുക്ക് ടോ എന്ന് എഴുതാം. അപ്പോൾ ഐ ആൽഫ ഈസിക്കൾ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസിക്കൾ ടു നെഗറ്റീവ് ക്യൂ ഇ എൽ തീറ്റ എന്ന് വരും. കാരണം ഇവിടെ നമുക്ക് അതിൻ്റെ ആംഗുലർ ആക്സേഷൻ പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് തീറ്റ എന്ന് വരും. നെഗറ്റീവ് ഓഫ് സം ആംഗിൾ തീറ്റ. പിന്നെ ഒരു SHM ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ മാസ്, ഓരോ ചാർജിൻ്റെ മാസ് m ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എവിടെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് L/2, ഈ ഡിസ്റ്റൻസ് L/2. പിന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ബോട്ട് അതിൻ്റെ സെൻട്രൽ മാസ്, ഇങ്ങനെയുള്ള കേസിലൊക്കെ സെൻട്രൽ മാസിൻ്റെ ബോട്ടായിട്ടായിരിക്കും അതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ml/2 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ബോട്ട് സെൻട്രൽ മാസ് എടുക്കുമ്പോൾ ml/2 ഹോൾ സ്ക്വയർ പ്ലസ് അഗെയിൻ ml/2 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ I about സെൻട്രൽ മാസ് ഈസ് ഈക്വൽ ടു ml²/4 പ്ലസ് ml²/4. നമുക്ക് 2ml²/4 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ml²/2 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ മിക്ക കേസിലും ഇങ്ങനത്തെ കേസിലൊക്കെ ഇപ്പോഴത് റൊട്ടേറ്റ് ചെയ്യുന്ന ബോട്ട് അതിൻ്റെ സെൻട്രൽ മാസിൻ്റെ ബോട്ടായിട്ടായിരിക്കും. അപ്പോൾ ml²/2 ഇൻറ്റു സോ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ ഇ എൽ തീറ്റ എന്ന് വരും. ആ ക്യൂ ഇൻറ്റു എൽ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. സോ ഇവിടുത്തെ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു എൽ ആണ്. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ പി ക്രോസ് സി ആണ്, പി ക്രോസ് സി. അപ്പോൾ പി സൈൻ തീറ്റ, അപ്പോൾ പി എന്ന് പറയുക ക്യൂ എൽ ഇ സൈൻ തീറ്റ വരും. തീറ്റ ചെറുതായതുകൊണ്ടാണ് നമ്മളത് ക്യൂ എൽ ഇ തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ റെസ്റ്റോറൻറ്റ് ടോർക്ക് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കോമൺ ടൈംസ് ഒക്കെ കെട്ടി കളയാം. ഇവിടെ ഒരു എൽ കോമണാണ്. പിന്നെ നമ്മളതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സോ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2QE ബൈ ML തീറ്റ എന്ന് വരും. പിന്നെ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് നമ്മുടെ ആൽഫ, അതായത് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു സോ നെഗറ്റീവ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഈ SHMൻ്റെ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി സ്ക്വയർ റൂട്ട് ഓഫ് 2QE ബൈ ML വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗയാണ്. സോ 2π ബൈ ഒമേഗ എന്ന് പറയുമ്പോൾ സോ 2π ഇൻറ്റു ഒമേഗ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ML ബൈ 2QE വരും. 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ML, സോ 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ML ബൈ 2QE. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ വരുന്നത് 2π ഇൻറ്റു, അപ്പോൾ ഓപ്ഷൻ 4 2π ടൈം സ്ക്വയർ റൂട്ട് ഓഫ് ML ബൈ 2QE. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 28 അതിൻ്റെ ആൻസർ 4. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ദ പെയർസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോട്ട് ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണെന്ന്. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ടോർക്കിൻ്റെ ഡയമെൻഷൻ ഫസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ 1 എടുക്കുമ്പോൾ ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ML² R ക്രോസ് F, അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ML² T -2. എനർജിയുടെ അത് തന്നെയാണ് ML² T -2 ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ അത് എനർജി പെർ ഏരിയ ആണ്. അപ്പോൾ എനർജി പെർ ഏരിയ ML² T -2 ബൈ ഏരിയയുടെ L² വരും. അപ്പോൾ അത് m⁻1 T⁻⁻1. ഇമ്പൾസ് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. ഇമ്പൾസ് പറയുക ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മൊമെൻറ്റത്തിൻ്റെ തന്നെ mL⁻⁻1. അപ്പോൾ സർഫസ് ടെൻഷൻ ഇമ്പൾസ് അത് രണ്ടിനും ഒരേ ഡയമെൻഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ അടുത്ത രണ്ടും കൂടെ നോക്കാം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ LIω അല്ലെങ്കിൽ R ക്രോസ് P, R ഇൻറ്റു പൊസിഷൻ വെക്ടർ ഇൻറ്റു നമ്മുടെ മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ വരുമ്പോൾ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ് വരും. അപ്പോൾ ML² T -1 വരും. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു ML² T -2 ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫ്രീക്വൻസി T⁻⁻1. അപ്പോൾ അത് വരുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ Hൻ്റെ ഡയമെൻഷൻ ML² T -1 വരും. അപ്പോൾ അതിന് ഒരേ ഡയമെൻഷൻ തന്നെ. ഇത് നമുക്ക് പുതിയ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ തുടക്കം തൊട്ടേ ചെയ്യുന്നതാണ്. ആംഗുലാർ മൊമെൻറ്റും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും ഒരേ ഡയമെൻഷൻ ആണെന്നുള്ളത്. ഇനി അടുത്ത പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. അത് തന്നെയാണ് സ്ട്രെസ്സിൻ്റെയും യങ്സ് മോൾസിൻ്റെയൊക്കെ ഒരേ ഡയമെൻഷൻ തന്നെയാണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ ML⁻⁻1 T⁻⁻2. ഫോഴ്സ് ബൈ ഏരിയ ആണ്. യങ്സ് മോൾസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ.
സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിന് ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ml2 അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ml-1 T⁻²2 വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ആൻസർ ഓപ്ഷൻ 2. അത് ക്വസ്റ്റ്യൻ നമ്പർ 4. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, ഒരേ ഡയമെൻഷൻ അല്ലാത്തത് സർഫസ് ടെൻഷൻ, ഇമ്പൾസ്, അത് രണ്ടിനും ഒരേ ഡയമെൻഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇപ്പോൾ ഇതൊരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അസേഷൻ പറയുന്നത് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ലോങ്ങർ അറ്റ് ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ ദാൻ ദാറ്റ് അറ്റ് ദ ബേസ് ഓഫ് എ മൗണ്ടൻ. ഒരു മൗണ്ടൻ്റെ ടോപ്പിൽ അതിൻ്റെ ടൈം പീരീഡ് കൂടുതലായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T=2π×√L/g ആണ്. ഇവിടെ L കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മൗണ്ടൻ ഇപ്പോൾ ഹൈറ്റിലോട്ട് പോകുന്ന തോറും G അറ്റ് ഹൈറ്റ് h, ചെറിയ ഹൈറ്റൊക്കെയാണ് G×1 - 2h/r ആണ്. അപ്പോൾ ഹൈറ്റ് കൂടുന്നതോറും ഈ G എഫക്റ്റീവ് അല്ലെങ്കിൽ G എഫക്റ്റീവിൻ്റെ വാല്യൂ കുറയുകയാണ്. അപ്പോൾ G എഫക്റ്റീവ് കുറയുമ്പോൾ നമ്മുടെ ടൈം പീരീഡ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ അസേഷൻ കറക്റ്റാണ്. അസേഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ G എഫക്റ്റീവ് കുറയുമ്പോൾ കാരണം മൗണ്ടൻ്റെ ഹൈറ്റിലോട്ട് പോകുന്നതോറും ആ ജിയുടെ വാല്യൂ കുറയും. അപ്പോൾ ജിയുടെ വാല്യൂ കുറയുന്നതനുസരിച്ച് ടൈം പീരീഡ് കൂടും. അപ്പോൾ അസേഷൻ കറക്റ്റാണ്. ഇനി റീസൺ നോക്കാം. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് വൈസ് വേഴ്സ. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഡിക്രീസസ് ആണ്. അതായത് G എഫക്റ്റീവിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ടൈം പീരീഡ് T=2π×√L/g എഫക്റ്റീവ്. G എഫക്റ്റീവ് കൂടുകയാണെങ്കിൽ ടൈം പീരീഡ് കുറയും, അത് കറക്റ്റാണ്. അത് വൈസ് വേഴ്സ, അതായത് G എഫക്റ്റീവ് കുറയുകയാണെങ്കിൽ ടൈം പീരീഡ് കൂടും. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ റീസണും കറക്റ്റ് അതായത് അസേഷൻ്റെ, അതായത് നമ്മൾ മൗണ്ടൻ ടോപ്പിൽ പോകുമ്പോൾ ടൈം പീരീഡ് കൂടാനുള്ള കാരണം G എഫക്റ്റീവ് കുറയുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് റീസൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസേഷൻ, അതായത് റീസൺ ഈസ് കറക്റ്റ്. ബോത്ത് A and R are true and R is the correct explanation of A. അപ്പോൾ അതായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 30 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 5 അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2. അസേഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അതൊരു നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് V = AT²BT/c+t. അപ്പോൾ അങ്ങനെയാണ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ABC, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വെലോസിറ്റി V = A×t² + BT/c+t എന്ന് വരും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് C ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് T വരും. അപ്പോൾ ഡയമെൻഷൻ T, അപ്പോൾ T എന്ന് വരും. അത് സിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കണം ടൈമിൻ്റെ ഡയമെൻഷൻ. കാരണം നമ്മൾ C ടൈമായിട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സെയിം ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പോൾ സിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കും. ഇനി BT/, ഓക്കെ, അപ്പോൾ B×T/ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് T തന്നെയാണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു വെലോസിറ്റിയുടെ ഡയമെൻഷൻ L×T⁻⁻1. അപ്പോൾ B×T/T is equal to L×T⁻⁻1. അപ്പോൾ ഡയമെൻഷൻ ഓഫ് B is equal to L×T⁻⁻1 എന്ന് വരും. അതായത് ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ. ഇനി അടുത്തത് A×T² is equal to ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി L×T⁻⁻1. A×T² is equal to L×T⁻⁻1. അപ്പോൾ ദാറ്റ് മീൻസ് ഡയമെൻഷൻ ഓഫ് A is equal to L×T⁻⁻3 വരും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ABC. ABCയുടെ ഡയമെൻഷനാണ്. ABCയുടെ ഡയമെൻഷൻ എടുക്കുമ്പോൾ എയുടെ ഡയമെൻഷൻ L×T⁻⁻3, ബിയുടെ ഡയമെൻഷൻ L×T⁻⁻1, സിയുടെ ഡയമെൻഷൻ T. അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ഡയമെൻഷൻ L² T⁻³ വരും. L², അതായത് m⁻0 L² T⁻⁻3 ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 31 അല്ലെങ്കിൽ 6 അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1. ഇപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. So consider I1 and I2 are the currents flowing simultaneously in two nearby coils 1 and 2 respectively. If L1 the self-inductance of a coil 1 and M12 mutual inductance of coil 1 and 2 with respect to coil 2, then the value of induced EMF in coil 1 with respect to. Okay, അപ്പോൾ രണ്ട് കോയിലൊക്കെ, ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ 1, ഇത് കോയിൽ 1. അപ്പോൾ ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I1. അപ്പോൾ അതിനടുത്ത് തന്നെ വേറൊരു കോയിലുണ്ട്. അപ്പോൾ ഇത് കോയിൽ 2. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്.
അപ്പോൾ ഇവർ തമ്മിലിടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇവർക്കിടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞത് ദാറ്റ് ഈസ് M12 ആണ്. അത് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു കോൺഫിഗറേഷൻ ഒറ്റ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു M12. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ കോയിൽ 1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് L1 ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ഇവിടെ തന്നെയുള്ള സെൽഫ് അതായത് ഇവിടുത്തെ ഈ കറണ്ട് ഈ I1 വേരി ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ അകത്തൊരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്, അല്ലെങ്കിൽ അതൊരു ബാക്ക് ഇ എം എഫ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു L1 ഇൻറ്റു dI1/dt എന്ന് വരും. അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഇതിൽ കൂടെ കറണ്ട് ആയിട്ട് പോകുമ്പോൾ ഇവിടുത്തെ കറണ്ട് വേരി ചെയ്യുമ്പോൾ ഇതിൽ കൂടെ പോകുന്ന ഫ്ലക്സ് വേരി ചെയ്യും. അപ്പോൾ അത് കാരണം ആ ഫ്ലക്സ് വേരി ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വേറൊരു ബാക്ക് ഇ എം എഫ് കാണും. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് M12 ഇൻറ്റു dI2/dt എന്ന് വരും. dI1/dt എന്ന് പറയാൻ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് വേരി ചെയ്യുകയാണെങ്കിൽ, ഈ കോയിൽ 1 കറണ്ട് വേരി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ബാക്ക് ഇ എം എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻറ്റു നെഗറ്റീവ് ടൈം സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദാറ്റ് കോയിൽ ഇൻറ്റു dI1/dt. അതുപോലെ തന്നെ ഇവിടത്തേക്ക് കൂടെ പോകുന്നത് മറ്റേ കോയിൽ 2 കൂടെ പോകുന്ന കറണ്ട് വേരി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബാക്ക് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് M12 ആ കോഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ടൈംസ് നെഗറ്റീവ് ടൈംസ് കോഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ടൈംസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ കോയിൽ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് M12 ഇൻറ്റു dI2/dt. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ. അപ്പോൾ E1 ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ കോയിൽ 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് L1 ഇൻറ്റു dI1/dt മൈനസ് M12 ഇൻറ്റു dI2/dt. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 32 ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, നെക്സ്റ്റ്. ഇത് ശരിക്കും ഒരു അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റിനെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Set the interface between two materials having refractive indices N1 and N2. The critical angle for the reflection of an EM wave is θ1c. അപ്പോൾ θ1c ഞാൻ ജസ്റ്റ് θ1 തന്നെ വിളിക്കുകയാണ്. θ1c പിന്നെ θ1. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ അപ്പോൾ ഒരു N1 N2. അപ്പോൾ N1 N2 ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ N2 ഗ്രേറ്റർ ദാൻ N1 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ വന്നിട്ട് ക്രിട്ടിക്കൽ. ഓക്കെ, ഇവിടെ ടോട്ടൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ തീറ്റ. ഓക്കെ, അപ്പോൾ θ1 അപ്പോൾ നമുക്കറിയാം sin θ1. ഓക്കെ, sin θ1 ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ sin θIc ഈസ് ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ θ1 sin θ1 നമുക്കിങ്ങനെ എഴുതാം. sin θ1 ഈസ് ഈക്വൽ ടു 1/N2/N1. അപ്പോൾ sin θ1 ഈസ് ഈക്വൽ ടു N1/N2 എന്ന് വരും. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് if N2 material is replaced by another material having a refractive index N3 such that the critical angle at the interface between N1 and N3 material is θ2c. അതുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് N2 greater than N1, N3 greater than N2 and N2 greater than N1 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ N2/N3 റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് sin θ2 മൈനസ് sin θ1 ഈസ് ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ θ1 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് കേസിൽ ഈ N2 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ N3 എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് വെച്ചു. അപ്പോൾ ഈ കേസിൽ ഇപ്പോഴത്തെ ക്രിട്ടിക്കൽ ആംഗിൾ θ2 ആണ്. ഇപ്പോഴത്തെ ക്രിട്ടിക്കൽ ആംഗിൾ θ2 ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ ആ ഒരു ഫിനോമിനൻ ഇവിടെ ഒക്കർ ചെയ്തു. അപ്പോൾ നമുക്ക് sin θ2c ഞാൻ θ1cനെ ഞാൻ θ1 എന്നും θ2cനെ ഞാൻ θ2 എന്ന് എഴുതുകയാണ്. ക്വസ്റ്റ്യൻ ഞാൻ എളുപ്പത്തിലാണ് 1c 2c എന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ sin θ2 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N3 അല്ലേ. സോ 1/N3/N1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു N1/N3. അപ്പോൾ ഇവിടെ അടുത്ത കണ്ടീഷൻ നമുക്ക് ഈ ഒരു റിലേഷൻ നമുക്ക് എഴുതാം. സോ sin θ2 മൈനസ് sin θ1 ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നോക്കാം, sin θ2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ N1/N3 മൈനസ് N1/N2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. ഇനി അടുത്ത് നോക്കാം, ഈ റിലേഷൻ നോക്കാം. സോ ഞാൻ N3ന് റിമൂവ് ചെയ്യാൻ പോവാം. സോ N2/N3 ഈസ് ഈക്വൽ ടു 2/5. അപ്പോൾ N3 ഈസ് ഈക്വൽ ടു 5N2/2 എന്ന് വരും. N3 ഈസ് ഈക്വൽ ടു 5N2/2. അപ്പോൾ ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ N1/5N2/2 2 മുകളിൽ വരും.
സോ n1/n2 ഈസ് ഈക്വൽ ടു 1/2. ഇപ്പോൾ n1/n2 ഓക്കെ, n1/n2 ഞാൻ പുറത്തെടുക്കുക. സോ n1/n2 ഈസ് ഈക്വൽ ടു 2/5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1/2. ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സോ നെഗറ്റീവ് 2 മൈനസ് 5 സോ നെഗറ്റീവ് 3/5 എന്ന് വരും. സോ n1/n2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 3/5 1/2 വരും. അപ്പോൾ n1/n2 n1/n2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 5/6 വരും. സോ n1/n2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 5/6. ഓക്കെ, n1/n2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 5/6. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദെൻ വാട്ട് ഈസ് θ1? നമുക്കറിയാം sin θ1. ഓക്കെ, sin θ1 ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ നോക്കുക. sin θ1 n1/n2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n1/n2. നമുക്ക് n1/n2 നെഗറ്റീവ് 5/6 വന്നിട്ടുണ്ട്. നെഗറ്റീവ് 5/6. സോ θ1 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് 5/6 വരും. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്ഷൻ, അപ്പോൾ ഇതൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ ഒരു ഇങ്ങനൊരു ഓപ്ഷൻ ഈ ക്വസ്റ്റ്യൻ ഇല്ല. ഇവർ ഈ ക്വസ്റ്റ്യൻ എന്തോ ഈ ഡേറ്റ തന്നതിൽ എന്തോ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഇവർ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്ന θ1 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് 5/6 എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു നിലവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ശരിക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൻസർ വരുന്നത് θ1 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് 5/6 അതായിരിക്കും ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. അപ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൺസിഡർ എ ലോങ് സ്ട്രേറ്റ് വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ വിത്ത് റേഡിയസ് എ ക്യാരിങ് എ സ്റ്റഡി കറന്റ് I. The current is uniformly distributed across this cross section. The distance from the center of the wire cross section at which the magnetic field is inside the wire, outside the wire, അതായത് ഇൻസൈഡ് ഒരു പോയിന്റിലും ഔട്ട്സൈഡ് ഒരു പോയിന്റിലും it is half of the maximum possible magnetic field anywhere due to the wire will be. അപ്പോൾ ഒരു വയറിൻ്റെ അകത്ത് അതിൻ്റെ പേര് ഒരു നമ്മളിത് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓക്കെ, ഇതിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ആ വയറിൽ കൂടെ പോകുന്ന കറണ്ടാണ് I. അപ്പോൾ കറണ്ട് ത്രൂ ഓക്കെ, കറണ്ട് I ഫോർ എൻ്റെ ക്രോസ് സെക്ഷൻ കൂടെ പോകുന്ന കറണ്ടാണ് πa² എടുക്കാം. കറണ്ട് ത്രൂ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ട് പ്രൊപ്പോർഷണൽ ടു π × r² വരും, I ത്രൂ r. സോ IR/I എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു r²/a² വരും. കറണ്ട് ത്രൂ പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ IR നമുക്ക് ഇങ്ങനെ എഴുതും I × r²/a² എന്ന് വരും. ഇപ്പോൾ ഈ ഒരു വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഔട്ട് സൈഡ് ഒക്കെ അതിൻ്റെ സർഫസിലുള്ള ഒക്കെ ഒരു ത്രൂ ഔട്ട് വയർ ഇതിൻ്റെ സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ B × 2πa ഈസ് ഈക്വൽ ടു μ0 ടൈം കറണ്ട് എൻക്ലോസ്. ഓക്കെ, μ0 ടൈംസ് I എൻക്ലോസ്. ഇത് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I തന്നെയാണ്. സോ μ0 × I വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സർഫസ്, മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം വാല്യൂ μ0 I/2πa. ഇതാണ് മാക്സിമം B max. ഓക്കെ, B max ഈസ് ഈക്വൽ ടു μ0 I/2πa വരും. ഇതാണ് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ്. ഇവർ അറ്റ് ഔട്ട്സൈഡ് പോയിന്റ്, നമ്മളൊരു ഔട്ട്സൈഡ് പോയിന്റ് എടുക്കാം. അപ്പോൾ ഈ വയറിൻ്റെ ഈ ഔട്ട്സൈഡ് ഒരു പോയിന്റ്, അവിടെ നമുക്കൊരു ആംപിയർ സർക്യൂട്ട് ലൂപ്പ്, നമ്മളെ ഗോസിയൻ സർഫസ് പോലെ ഒരു ആംപിയർ ലൂപ്പ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഒരു ആംപിയർ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ R റേഡിയസ് ഉള്ള സോ B × 2π ഈ റേഡിയസ് അതിന് R' എന്ന് നമുക്ക് കൊടുക്കാം. R' 2π R' ഈസിക്വൽ അത് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് μ0 ടൈംസ് I ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈസിക്വൽ ടു μ0 I/2π R'. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കണം, B maxൻ്റെ ഹാഫ് ഓഫ് B max ആയിരിക്കണം, B max/2. സോ μ0 I/1/2 × 2πa വരും. അപ്പോൾ 2π R'. സോ 2π R' ഈസിക്വൽ നമുക്ക് 4πa വരും. സോ R' ഈസിക്വൽ ടു 2a എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 2a ഡിസ്റ്റൻസ് പോകുമ്പോൾ അവിടെ നമുക്ക് ബിയുടെ വാല്യൂ ഹാഫ് ഓഫ് B max കിട്ടും. അറ്റ് R' ഈസിക്വൽ ടു 2a. സോ B ഈസിക്വൽ ടു B max/2 വരും. ഇത് ഇൻസൈഡ് ഒരു പോയിന്റ് ഇൻസൈഡ് ഒരു പോയിന്റ് എടുക്കുമ്പോൾ അപ്പോൾ കറണ്ട് കാര്യം കണ്ടിട്ടുണ്ട് ഇൻസൈഡ് ഒരു പോയിന്റ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു R' എന്ന് പറയുമ്പോൾ നമുക്കൊരു R എന്ന് പറയുന്ന റേഡിയസ് എടുക്കാം. അപ്പോൾ അത് എൻക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ആംപിയർ ലൂപ്പ് എടുക്കുമ്പോൾ B × 2π R. അത് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എൻക്ലോസ് എന്ന് പറയുമ്പോൾ ഈ ആംപിയർ സർക്യൂട്ട് ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് B × 2π R. സോ μ0 × I × r²/a² എന്ന് വരും.
അപ്പോൾ ഒരാറും ക്യാൻസലായി പോകും. അപ്പോൾ ബിയുടെ വാല്യൂ സോ μ0 I r by 2 pi a square വരും. അപ്പോൾ ഈ വാല്യൂ ഹാഫ് ഓഫ് ദ വാല്യൂ ആയിരിക്കണം. ഈ വാല്യൂ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ബി മാക്സ് ബൈ 2 ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I by 4 pi a. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ r by 2 pi a square ഈസ് ഈക്വൽ ടു 1 by 4 pi a എന്ന് വരും. അപ്പോൾ പൈയും ക്യാൻസലായി പോകും. ഇവിടെ ഒരു 2 വരും, ഒരു എയും ക്യാൻസലായി പോകും. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഫൈനലി നമുക്ക് ആറിൻ്റെ വാല്യൂ r ഈസ് ഈക്വൽ ടു a by 2 എന്ന് വരും. അപ്പോൾ ഇൻസൈഡിൽ നമുക്ക് r ഈസ് ഈക്വൽ ടു അതിൻ്റെ സെൻറ്ററിൽ നിന്ന് വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് a by 2 ഡിസ്റ്റൻസ് വരുമ്പോൾ ഇൻസൈഡ് അറ്റ് r ഈസ് ഈക്വൽ ടു a by 2. സോ ബിയുടെ വാല്യൂ b ഈസ് ഈക്വൽ ടു b max by 2 ആണ്. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ആ വയറിൻ്റെ ഔട്ട് സൈഡിലാണെങ്കിൽ സപ്പോസ് r ഡാഷ് ഈസ് ഈക്വൽ ടു 2a ആകുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ സർഫസിലാണ്. ആ വയറിൻ്റെ ആ കറണ്ട് ക്യാരിങ് വയറിൻ്റെ സർഫസിലാണ് നമുക്ക് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ μ0 I by 2 pi a. അപ്പോൾ ആ വാല്യൂൻ്റെ ഹാഫ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഇൻസൈഡ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് ആ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ആ കറണ്ട് ക്യാരിങ് വയറിൻ്റെ ഹാഫ് ഓഫ് ദ റേഡിയസ് വരുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ഹാഫ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഔട്ട് സൈഡിൽ പോവുകയാണെങ്കിൽ 2a ഡിസ്റ്റൻസിൽ പോവുകയാണെങ്കിലും നമുക്ക് ഹാഫ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അത് ബി മാക്സിൻ്റെ ഹാഫ് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ NCERT അതിൻ്റെ ഒരു വേരിയേഷൻ, ഒരു ആറിൻ്റെ വേരിയേഷൻ, ഇങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ഒരു ഗ്രാഫൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇൻസൈഡ് ആണെങ്കിൽ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം വയറിൻ്റെ സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ ബി മാക്സിമം. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r, ഈ പോയിന്റിലാണെങ്കിൽ ബി പ്രൊപ്പോർഷണൽ ടു r ആയിരിക്കും. അപ്പോൾ ഇവിടെ ആയിരിക്കും ബി മാക്സ് വെൻ r ഈസ് ഈക്വൽ ടു a. ഇവിടെ ആയിരിക്കും ബി മാക്സ്. സോ ബിയുടെ മാക്സിമം വാല്യൂ μ0 I by 2 pi a ആയിരിക്കും. ഇത് NCERT ഉള്ളതാണ്. ഇപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം. നമുക്ക് നിങ്ങൾ ഒരു ഓൾറെഡി പഠിക്കുന്നതായിരിക്കും. മിക്കപ്പോഴും ഒരു 3 മാർക്ക് ക്വസ്റ്റൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റനൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇൻസൈഡിലാണെങ്കിൽ a by 2, ഔട്ട് സൈഡാണെങ്കിൽ 2a ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നൊരു ആൻസർ a by 2 2a ഓപ്ഷൻ 2. അപ്പോൾ ക്വസ്റ്റൻ നമ്പർ 34 ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്കെ, ആർ ഷോൺ ബിലോ എ ബോബ് എ ഓഫ് എ പെൻഡുലം ഹാവിങ് എ മാസ്ലർ സ്ട്രിങ് ഓഫ് ലെങ്ത് r is released from 60 degree to the vertical. It hits another bob b of half of the mass that is at a rest on a frictionless table in the center. Assuming elastic collision, the magnitude of the velocity of bob a after the collision will be. അപ്പോൾ ഈ ഒരു ഡയഗ്രാം, അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ ഒരു സ്ട്രിങ് ഒരു 60 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്നതാണെങ്കിൽ 60 ഡിഗ്രി. അപ്പോൾ ഈ ബോബ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ഒരു ആംഗിൾ, ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഇതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ സർഫസിൽ ഒരു ബോബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് r. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇത് r cos 60 വരും. സോ r cos 60 എന്ന് പറയുമ്പോൾ cos 60 1/2. സോ ഇത് r by 2 വരും. അപ്പോൾ ഇത് r by 2 ആണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് r അല്ലേ, ഇതും ഈ ടോട്ടൽ ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ ഇത് r by 2 ആണെങ്കിൽ ഇതും r by 2 ആയിരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് h എന്ന് പറയുന്നത് r by 2 വരും. അപ്പോൾ ഈ ബോബ് ഇതിൻ്റെ മാസ് ഞാൻ ഇത് ഇതിനെ ഞാൻ m1 എടുക്കുവാണ്. ഇത് m1. അപ്പോൾ ഇതിൻ്റെ മാസ് m by 2 ആണ്. അപ്പോൾ ഇത് കൊളീഷൻ നടക്കും, ഇതിങ്ങനെ കൊളീഷൻ നടക്കുന്നു. അപ്പോൾ m by 2 ഇത് റെസ്റ്റിലാണ്. മറ്റേ m എന്ന് പറഞ്ഞ ബോഡി ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി അതിനെ u എന്ന് വിളിക്കുകയാണ്. ഇത് u എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരിക്കും. കാരണം ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരിക്കും. ആ വെലോസിറ്റി u. അപ്പോൾ ആ വെലോസിറ്റി u ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം √2gh. ഇത്ര ഒരു സെർട്ടൺ ഹൈറ്റ് h നിന്ന് ആ ബോഡി വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ √2gh. ഇവിടുത്തെ h-ൻ്റെ വാല്യൂ r by 2. അപ്പോൾ ആ വെലോസിറ്റി എന്ന് പറയുമ്പോൾ √gr വരും. അത് കൺസർവേഷൻ എനർജി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതായത് ലോസ് ഓഫ് പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ m × g × r by 2. അതായിരിക്കും ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി 12 mu². അപ്പോൾ m ക്യാൻസലായി പോയി, 2 × 2 ക്യാൻസലായി പോയി. സോ u² ഈസ് ഈക്വൽ ടു gr വരും. സോ u ഈസ് ഈക്വൽ ടു √gr വരും. അതിനെ കൺസർവേഷൻ എനർജി വെച്ചും ചെയ്യാം. ഒക്കെ നോക്കുക. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇലാസ്റ്റിക് കൊളീഷനാണ്.
അപ്പോൾ ഇത് m/2, ഈ ബോഡി വരുന്ന സ്പീഡ്, ഇതിൻ്റെ സ്പീഡ് u. ഇത് ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ ഈ m/2 ഹാഫ് ഓഫ് ദ മാസ്, ഈ ആ സർഫസിൽ ഇരുന്ന ബോഡിയുടെ സ്പീഡ് ഞാൻ v2 ആയിട്ട് എടുക്കാം, മറ്റേ വലിയ ബോബിൻ്റെ മാസ് അത് v1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൊമെൻ്റം കൺസർവേഷൻ എടുക്കാം. ഏത് കൊളീഷൻ ആണെങ്കിലും മൊമെൻ്റം കൺസർവേഷൻ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, m/u ഈസ് ഈക്വൽ ടു, സോ m/2 ഇൻറ്റു, അതായത് m1 v1 പ്ലസ് m2 v2, സോ m/2 ഇൻറ്റു v2 പ്ലസ് m ഇൻറ്റു v1 എന്ന് വരും. ഇവിടെ നോക്കുക, ഇവിടെ m കോമൺ അല്ല, സോ u ഈസ് ഈക്വൽ ടു നമുക്ക് v2/2 പ്ലസ് v1 എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ കിട്ടി, ഇക്വേഷൻ 1. ഇനി അടുത്തത് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ E ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം, E ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ u1 മൈനസ് u2. ഇപ്പോൾ ഇയുടെ വാല്യൂ 1 ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ ഇയുടെ വാല്യൂ 1, സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 1 ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ u1 എന്ന് പറയുന്നത് u തന്നെയാണ്. u1 ഈസ് ഈക്വൽ ടു u, സോ u ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 എന്ന് വരും. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ u ഈസ് ഈക്വൽ ടു, സോ u ഈസ് ഈക്വൽ ടു v2/2 പ്ലസ് v1, u ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 എന്ന് വരും. ഇനി നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ, വെലോസിറ്റി ഓഫ് ബോബ് എ ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഈ ബോബിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം, അതായത് v1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. v1 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് v2നെ എലിമിനേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഞാനിതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ, ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2u ഈസ് ഈക്വൽ ടു, സോ v2 പ്ലസ് v1 എന്ന് വരും. മറ്റേ ഇക്വേഷൻ u ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 വരും. അപ്പോൾ ഇതിന്ന് ഇവിടെ 2v1 വരും. ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ, ഇപ്പോൾ 2u, ഇവിടെ 2v1 വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ u മൈനസ് u എന്ന് പറയുമ്പോൾ u വരും, v2 മൈനസ് v2 0 വരും, ഇത് 3v1 വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ, സോ 3v1 ഈസ് ഈക്വൽ ടു u, v1 ഈസ് ഈക്വൽ ടു u/3 വരും. സോ യുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് gr, സോ സ്ക്വയർ റൂട്ട് ഓഫ് gr/3 വരും. ഇപ്പോൾ വെലോസിറ്റി ഓഫ് ബോബ് എ, സോ വെലോസിറ്റി ഓഫ് ബോബ് എ ആഫ്റ്റർ കൊളീഷൻ വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് gr/3 വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1 ആണ് ആൻസർ. സോ 35 ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36 അല്ലെങ്കിൽ 11. ഓക്കെ, സോ ഇത് ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓക്കെ, പറഞ്ഞിരിക്കുന്ന emission of electrons in a photoelectric effect can be suppressed by applying a sufficiently negative electron potential to the photoemissive substance. A negative electric potential which stops the emission electron from the surface of photoemissive substance varies linearly with the frequency of incident radiation. ഇപ്പോൾ ഒരു അസേഷൻ പറഞ്ഞിരിക്കുന്നത്, അതൊരു ഫോട്ടോ ഇലക്ട്രിക് ഒരു മെറ്റലിൽ വന്നിട്ട് നമ്മുടെ EM waves, ഒക്കെ അല്ലെങ്കിൽ EM waves റേഡിയേഷൻ വരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു, അത് വേറൊരു കളക്ടർ പ്ലേറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഈ കളക്ടർ പ്ലേയിൽ ഇവിടെ നമ്മളൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെങ്കിൽ, ഈ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക്, ഓക്കെ, ഇതിനെ സപ്രസ് ചെയ്യാൻ പറ്റും. സോ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, ഓക്കെ, എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ക്യാൻ ബി സപ്രസ് ബൈ അപ്ലൈങ് സഫിഷ്യൻ്റ്ലി നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ടു ദ ഫോട്ടോ എമിസീവ് അല്ല, നമുക്ക് കളക്ടറിലോട്ടാണ് കൊടുക്കേണ്ടത്. ഇവർ തന്നിരിക്കുന്ന ആൻസർ വെച്ചിട്ടൊക്കെ 36. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ അതായത് ഈ കളക്ടറിലോട്ടാണ് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടത്. കാരണം ഈ ഇലക്ട്രോണിനെ ഇവിടെ ഇതിനെ റിപ്പൽ ചെയ്യണമെങ്കിൽ, വരുന്ന ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ റിപ്പൽഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് കളക്ടറിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് അസേഷൻ ട്രൂ. അപ്പോൾ ആസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിച്ച് സ്റ്റോപ്സ് എമിഷൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസ് വേരിയസ് ലീനിയർലി വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ H is equal to അവിടെ വർക്ക് ഫംഗ്ഷൻ പ്ലസ് ഹാഫ് mv² വരും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിനെ സപ്രസ് ചെയ്യണം, അത് ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരരുത്. അപ്പോൾ H is equal to വർക്ക് ഫംഗ്ഷൻ പ്ലസ് E ഇൻറ്റു, അത് നമുക്കൊരു നെഗറ്റീവ് പക്ഷേ E ഇൻറ്റു V വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഈ വർക്ക് ഫംഗ്ഷൻ അതൊരു ഗിവൺ മെറ്റീരിയൽ, അത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയലാണ്. ഫോർ എ പ്രോപ്പർട്ടി ഓഫ് ഒരു മെറ്റൽ സബ്സ്റ്റൻസ് ഒരു പ്രോപ്പർട്ടിയാണ് ഈ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ അത് ഫ്രീക്വൻസിന് ഇതിനൊന്നും വേരി ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. കാരണം EV, ഓക്കെ, സോ EV ഈസ് ഈക്വൽ ടു h mu /0 എന്ന് വരും. 50 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഓക്കെ, അപ്പോൾ റീസണും കറക്റ്റാണ്. പക്ഷേ ഈ റീസൺ അല്ല കറക്റ്റ് എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ടാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരാത്തതെന്ന് വെച്ചാൽ
എന്തുകൊണ്ടാണ് നമ്മൾ ആ നെഗറ്റീവ് പ്രഷർ എടുക്കുമ്പോൾ ഇലക്ട്രോൺ അവിടെ നിന്ന് പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ റിപ്പൽഷൻ കാരണമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇറ്റ്സ് വേരിയസ് ലീനിയർലി വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മുടെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ അത് വരുന്ന ഇമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരും. കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് അസേഷൻ്റെ കറക്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺ അവിടെ നിന്ന് പോരരുത്, ആ മെറ്റലിൽ നിന്ന് പോരാതിരിക്കണമെങ്കിൽ ഇവിടെ റിപ്പൽഷൻ വേണം. അപ്പോൾ നമ്മൾ ആ കളക്ടർ പ്ലെയിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കും. അപ്പോൾ ഈ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺ അവിടെ നിന്ന് പോരത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ അസേഷൻ റീസണും കറക്റ്റാണ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, question number 36 again 11, answer option 4. Okay, next question number 12. A coil of area A and N10 is rotating with an angular velocity omega in a uniform antifield about an axis perpendicular to B. Okay, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോയിലിൻ്റെ ഏരിയ എ, ഇപ്പോൾ ഒരു കോയിൽ എടുക്കാം, ഒരു കോയിലിൻ്റെ ഏരിയ, അപ്പോൾ അതിൻ്റെ ആക്സസ് ചെയ്യുക. അപ്പോൾ അവിടെ ബിയുടെ ഡയറക്ഷൻ ഇറ്റ്സ് അലോങ് ദ അതിൻ്റെ ആക്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്, ഇറ്റ്സ് ഡയറക്റ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബോട്ടായിട്ട്, ഈ ആക്സിന് ബോട്ടായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ബോട്ടായിട്ട്, ഓക്കെ, ഈ ആക്സിന് ബോട്ടായിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതിനെ ബോട്ടായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ദ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, and the induced EMF across it at an instant when B is parallel to the plane of coil. അപ്പോൾ ബിയുടെ വാല്യൂ, ഈ ബി പാരലൽ ടു പ്ലെയിൻ ഓഫ് കോയിൽ. അപ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു മൊമെൻറ്റിൽ ബി ഇതിൻ്റെ ഏരിയ ഇങ്ങനെ വരും. അപ്പോൾ ബി ഇങ്ങനെ, അപ്പോൾ ബി ആക്ടിങ്, അതായത് ഡയറക്ഷൻ ബി അലോങ് ഇറ്റ്സ് പ്ലെയിൻ വരും. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്, അതായത് ബി എ കോസീറ്റ എന്ന് വരും. അപ്പോൾ ഈ കേസിൽ നോക്കി ഇതിൻ്റെ നോർമൽ, ഈ കേസിൽ ഇതിൻ്റെ നോർമൽ ടു ഏരിയ ഈ ഡയറക്ഷനാണ്. ഇവിടെ നോർമൽ ടു ഏരിയ ഈ ഡയറക്ഷനിൽ തന്നെ, ഇവിടെ നോർമൽ ടു ഏരിയ ഇതേ ഡയറക്ഷനിൽ തന്നെ. ഈ കേസിൽ ഈ പ്ലെയിൻ, ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദ പ്ലെയിൻ. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആ ബിയുടെ ഡയറക്ഷൻ അലോങ് അതിൻ്റെ പ്ലെയിൻ്റെ ഡയറക്ഷനിൽ പാരലായിട്ട് വരുമ്പോൾ ഏരിയ വെക്ടർ ഡയറക്ഷൻ ബി ആൻഡ് ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൽ കൂടെ പോകുന്ന ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ നമുക്കറിയാം കോസ് ഒമേഗ ടി വരും. സോ ഈ കേസിൽ കോസ് ഒമേഗ ടി ഇവർക്കിടയിലുള്ള ആംഗിൾ, അതായത് തീറ്റയുടെ വാല്യൂ, തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി, തീറ്റയുടെ വാല്യൂ ഒമേഗ ടി. സോ തീറ്റയുടെ വാല്യൂ അത് ബി ആൻഡ് എ പെർപെൻഡിക്കുലർ, ബി ആൻഡ് ഏരിയ വെക്ടർ, അതായത് ബി ആക്ടിങ് അല്ലോ. സോ ബി എടുക്കുകയാണെങ്കിൽ ബി ആ പ്ലെയിനിൽ തന്നെ കിടക്കുന്നത്, ബിയുടെ ഡയറക്ഷൻ പ്ലെയിൻ്റെ ഡയറക്ഷനിൽ, പക്ഷേ അതിൻ്റെ ഏരിയ വെക്ടർ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ബി ഡയറക്ഷനും ഏരിയ വെക്ടർ ഡയറക്ഷൻ വരുമ്പോൾ ആംഗിൾ തീറ്റ 90 ഡിഗ്രി വരും. അപ്പോൾ ഒമേഗ ടി, സോ തീറ്റ ഈസ് ഈക്വൽ ടു ബി ആൻഡ് എ ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ തീറ്റയുടെ വാല്യൂ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, അതായത് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി വരും. അപ്പോൾ ആ സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് ഒമേഗ ടി വരും, ബി എ കോസ് ഒമേഗ ടി കോസ് തീറ്റ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒമേഗ ടി 90 ഡിഗ്രി അല്ല, അപ്പോൾ ബി എ കോസ് 90. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 വരും, കോസ് 90യുടെ വാല്യൂ 0 അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു നെഗറ്റീവ് d∅/dt ആണ്. അപ്പോൾ d/dt ഓഫ് ബി എ കോസ് ഒമേഗ ടി വരുമ്പോൾ ബി എ ഇൻറ്റു നെഗറ്റീവ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി വരും. അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 90 ഡിഗ്രി, ടിയുടെ വാല്യൂ 90 ഡിഗ്രി വരുമ്പോൾ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 1 ആണ്. അതായത് സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ സൈൻ 90, ടിയുടെ വാല്യൂ 90 ഡിഗ്രി അല്ലേ, 1 വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ബി എ ഒമേഗ വരും. എനിക്കിങ്ങനെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് തോന്നുന്നു. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ n കൂടെ വരും, ഇവിടെ ഇൻറ്റു n വരും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ, ഓക്കെ, ഇവിടെ ഇക്വേഷനകത്ത് NBA എന്ന് വരും. സോ n
അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ സോ എൻ ബി എ സോ നെഗറ്റീവ് എൻ ബി എ ഒമേഗ വരും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ വരും. ആ സമയത്ത് അതായത് ആ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാരലൽ ടു ആ പ്ലേറ്റ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പാരലൽ ടു ആ ഏരിയ ഡയറക്ഷൻ വരുമ്പോൾ ഫ്ലെക്സ് അതികൂടെ പോകുന്ന ഫ്ലെക്സ് 0 ആയിരിക്കും. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. കാരണം പെട്ടെന്ന് ഫ്ലെക്സ് 0 ആയിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സ് മാക്സിമം ആ പോയിന്റിലായിരിക്കും. അതികൂടെ പോകുന്ന ഫ്ലെക്സ് 0 ആയിരിക്കും. പെട്ടെന്ന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്ലെക്സിൻ്റെ വാല്യൂ പെട്ടെന്ന് കൂടുന്നത്. അപ്പോൾ ആ സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം ആയിരിക്കും, ഫ്ലെക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഫ്ലെക്സ് ആ ഏരിയക്കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ എൻ ബി എ ഒമേഗ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2. കാരണം ഏരിയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പാരലൽ ടു ഏരിയ വരുമ്പോൾ, കാരണം ഏരിയയുടെ തുളച്ചുകൊണ്ടല്ല ഏരിയയുടെ പേഴ്സ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്ലെക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുന്നത് അപ്പോൾ എൻ ബി എ കോസ് ഒമേഗ ടിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം കോസ് ഒമേഗ ടിയുടെ വാല്യൂ 90 എന്നാണ്. കാരണം അവയ്ക്കിടയിലുള്ള ആംഗിൾ ബിക്കും ഏരിയ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. ഇനി നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എൻ ബി എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി വരും. അപ്പോൾ സൈൻ ഒമേഗ ടി സൈൻ 90യുടെ വാല്യൂ 1 വരും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാക്സിമം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 37 ആൻസർ ഓപ്ഷൻ 2 അല്ലേ? ഓപ്ഷൻ 2 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38 അല്ലെങ്കിൽ 13. ഓക്കെ, the fractional compression of a water at a depth of 2.5 km below the sea level is dash percentage. അപ്പോൾ നമ്മുടെ ബൾക്ക് മോളസ് വാട്ടർ വന്നിട്ടുണ്ട്, ഡെൻസിറ്റി വാട്ടർ വന്നിട്ടുണ്ട്, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബൾക്ക് മോളസിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മുടെ. സോ ബൾക്ക് മോളസ് പി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഡിവൈഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ആ നെഗറ്റീവിൻ്റെ മീനിങ് അതായത് പിയുടെ വാല്യൂ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം കുറയുക ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്രാക്ഷണൽ കംപ്രഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി, ഇപ്പോൾ ഡെൽറ്റ വി ബൈ വി നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇവിടെ കംപ്രഷൻ അല്ലേ. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ബൈ പി എന്ന് വരും. അപ്പോൾ ഡെൽറ്റ വി ബൈ വി, സോ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുമ്പോൾ പി ഡിവൈഡഡ് ബൈ ബൾക്ക് മോളസ് വരും. ഇവിടുത്തെ പ്രഷർ അറ്റ് ദാറ്റ് ഡെപ്ത്. ഓക്കെ, പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ അറ്റ് ഡെപ്ത് എച്ച് ആണ്. പി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ഡെപ്ത് സോ 2.5 കിലോമീറ്റർ ആ ഡെപ്തിലുള്ള പ്രഷർ. അപ്പോൾ അതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ റോ ജി എച്ച് ഡിവൈഡ് ബൈ ബൾക്ക് മോളസ് വരും. അപ്പോൾ റോയുടെ വാല്യൂ 10⁻³ ഇൻറ്റു 10 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ 2.5 ഇൻറ്റു 10⁻³ വരും. ബൾക്ക് മോളസ് വന്നിട്ടുണ്ട് 2 ഇൻറ്റു 10⁻⁹. ഓക്കെ, ഇവിടെ 10⁻⁴ 7. ഓക്കെ, സോ 2.5 ഇൻറ്റു 10⁻⁷ ഡിവൈഡഡ് ബൈ സോ 2 ഇൻറ്റു 10⁻⁹ വരും. ഓക്കെ, 2.5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10⁻⁻² വരും. നമ്മളിവിടെ ഇതിൻ്റെ പേഴ്സൻറ്റേജ് വാല്യൂ വെച്ചിരിക്കുന്നത് ഡെൽറ്റ വി ബൈ വിയുടെ പേഴ്സൻറ്റേജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 2.5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 100 വരുമ്പോൾ ഇത് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് 2.5 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 1.25% വരും. അപ്പോൾ പേഴ്സൻറ്റേജ് അതിൻ്റെ വാല്യൂ 1.25%, ഓപ്ഷൻ 4. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 38 ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. If lambda and k are the de Broglie wavelength and kinetic energy respectively of a particle with a constant mass, the correct graphical representation of for the particle. അപ്പോൾ നമ്മുടെ de Broglie wavelength lambda is equal to h by p, അല്ലെങ്കിൽ lambda is equal to h by square root of 2m kinetic energy kgs. അപ്പോൾ ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ഇപ്പോൾ h സ്ക്വയർ ബൈ 2mk ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/k ഞാൻ ഇവിടെ നിർത്തുമ്പോൾ സോ 2m ബൈ h സ്ക്വയർ ഇൻറ്റു ലാംഡ സ്ക്വയർ വരും. ഇപ്പോൾ ഈ 2m ബൈ h സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റാണ്. സോ 2m ബൈ h സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻറ്റ്. അതിനെ ഞാൻ ചുമ്മാ ജസ്റ്റ് എ എന്ന് വിളിക്കുകയാണ്, എ. അപ്പോൾ 1/k ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ലാംഡ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/kനെ നോക്കുക. സോ 1/kനെ ഞാൻ ജസ്റ്റ് ഈക്വൽ ടു 1 ലാംഡ അല്ല, സോ 1/k ജസ്റ്റ് ഐ എം ഈക്വൽ ടു y എന്ന് കൊടുക്കുന്നു. ആ ലാംഡ സ്ക്വയറിന് സോ ലാംഡ സ്ക്വയർ ഞാൻ x എന്ന് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ നോക്കി, ഈ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു
എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. ഇപ്പോൾ ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ, വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈയുടെ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. സോ വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. സോ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ. ഇവിടെ നോക്കിയാൽ വൈയുടെ സ്ഥാനം നമുക്ക് 1/k ആണ്. വൈയുടെ സ്ഥാനം നമുക്ക് 1/k വരും. അപ്പോൾ 1/k along, so 1/k along this direction, lambda square along x direction വരും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു പരാബോളയുടെ ഗ്രാഫ് ആയിരിക്കും. ഇവിടെ നമുക്ക് 1/k പ്രൊപ്പോർഷണൽ ടു ലാംഡ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/kയുടെ ലാംഡ സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മളത് ഇക്വേഷൻ എഴുതിയിട്ട് ഒരു വൈ ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എടുക്കുമ്പോൾ കറക്റ്റ് ഗ്രാഫ് ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39 ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ഇവിടെ നോക്കേ, ഈ ഒരു ലോജിക് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഫോർ ദ സർക്യൂട്ട് ഷോൺ അബവ് ദ ഇക്വലൻറ്റ് ഗേറ്റ്, അത് ഏത് ഗേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇത് നോക്കുക, ഇത് എയും ഇത് ഇത് ആൻഡ് ഗേറ്റ് ആണ്, ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു നാൻ ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ ബി ഓൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ ബി, ഇവിടെ എ ബി അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇതൊരു നാൻ ഗേറ്റ് അല്ല. അപ്പോൾ ഇത് നോക്കുക, ഇതൊരു എ ബി, ഇവിടെ എയും ബി വരുന്നു, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുന്നു. അപ്പോൾ ഇതൊരു എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇതൊരു നോർ ഗേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പിന്നെ ഒരു ആൻഡ് ഗേറ്റിൽ പോയിട്ട് നോക്കുക, ഈ രണ്ട് ഇൻപുട്ടും കൂടെ ഒരു ആൻഡ് ഗേറ്റിൽ പോയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിങ്ങനെ എഴുതിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ ബി ഓൾ കോംപ്ലിമെൻറ്റ് പ്ലസ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയാണ് ഡോട്ട് അല്ലേ, ഹാൻഡ് ഗേറ്റ് അവിടെ ഡോട്ട്, അതിൻ്റെ ഓൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ ബി ഡോട്ട് എ പ്ലസ് ബി അതിൻ്റെ ഹോൾ കോംപ്ലിമെൻറ്റ് വരും. ഇവിടുത്തെ ഔട്ട്പുട്ട് വൈ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഔട്ട്പുട്ട് വൈ. ഞാൻ ഓരോ സ്റ്റെപ്പ് എടുത്തോ, എക്കും ബിക്കും 1 കൊടുത്ത് ചെയ്യാത്തൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ വൈ ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഡോട്ട് എ പ്ലസ് ബി അതിൻ്റെ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ എക്സ് ഡോട്ട് വൈ, ഓക്കെ, എക്സ് ഡോട്ട് വൈ ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് നമുക്ക് എഴുതാം. എക്സ് ഡോട്ട് വൈ ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഈ ഒരു പോർഷൻ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു, ഇത് വൈ ആയിട്ട് എടുക്കുന്നു. അതായത് എ ഡോട്ട് ബി എ ബി ഓൾ കോംപ്ലിമെൻ്റ് ഞാൻ എക്സ് ആയിട്ടും എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻ്റ് ഞാൻ വൈ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഡോട്ട് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻ്റ് എന്ന് വരും. എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എ ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് അതിൻ്റെ ഓൾ കോംപ്ലിമെൻറ്റ് വരും. അപ്പോൾ ഇത് നടക്കുമ്പോൾ നമുക്ക് എ ബി പ്ലസ് എ പ്ലസ് ബി എന്ന് വരും. ഇത് നമുക്ക് എ ബി പ്ലസ് എ പ്ലസ് ബി. ഇത് നോക്കി, ഇത് ഫസ്റ്റ് രണ്ട് ഞാൻ എ കോമൺ ആയിട്ട് എടുക്കുക. എ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എ ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് 1 വരും, പ്ലസ് ബി വരും. ഇപ്പോൾ ബി പ്ലസ് വൺ എന്ന് പറയുന്നത് അത് 1 തന്നെയാണ്, ബി പ്ലസ് 1 അല്ല, അത് 1 തന്നെയാണ്. സോ എ ഡോട്ട് 1 പ്ലസ് ബി എന്ന് വരും. ഇപ്പോൾ എ ഡോട്ട് 1 അത് എ തന്നെയാണ്, എ ഡോട്ട് 1 എന്ന് പറയുന്നത് എ തന്നെ. അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കുക, ബി പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ തന്നെയാണ് എ പ്ലസ് 1 അതും 1 തന്നെയായിരിക്കും. എ ഡോട്ട് 1 എ തന്നെയായിരിക്കും. അതുപോലെ ബി ഡോട്ട് 1 ബി തന്നെയായിരിക്കും. ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് 1 എന്ന് പറയുമ്പോൾ എ തന്നെ, എ പ്ലസ് ബി വരും. അപ്പോൾ ഇത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഇത് ഓർ ഗേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അത് നമ്മുടെ ഡി മോർഗൻസ് ലോ, ഇതാണ് നമ്മുടെ ഡി മോർഗൻസ് ലോ. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഡി മോർഗൻസ് ലോ എന്ന് പറയുമ്പോൾ എക്സ് വൈ ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ്. അതുപോലെ എക്സ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ് ഡോട്ട് വൈ കോംപ്ലിമെൻറ്റ് വരും.
അപ്പോൾ ആ ഡിമോർഗൻസ് ലോ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓർ ഗേറ്റ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനും ഓക്കെ ഓരോ എക്കും ബിക്കും ഇൻപുട്ട് ഓക്കെ 0 0 1 0 0 0 1 0 0 1 1 1 അങ്ങനെ ഇട്ടും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓർ ഗേറ്റ് ഓപ്ഷൻ 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ലെങ്കിൽ 40 ആണ്. ഇത് ഏതാണ്? 40 അല്ലെങ്കിൽ 15 ഒക്കെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എ ബോഡി ഓഫ് മാസ് എം കണക്റ്റഡ് ടു എ മാസ്ലെസ് ആൻഡ് എ അൺസ്ട്രെച്ചബിൾ സ്ട്രിംഗ് ഗോസ് ഇൻ എ വെർട്ടിക്കൽ സർക്കുലർ റേഡിയസ് ആർ under gravity g. The other end of the string is fixed at the center of a circle. The velocity at the top of the circular path is n times square root of gr and n in the value is greater than 1. Then the ratio of kinetic energy of the body at the bottom to that at the top of the circle is. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. അപ്പോൾ മിക്കവർക്കും ഡൗട്ട് ഉണ്ട് ഈ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഒരു അധികം കൺഫ്യൂഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ അതിനകത്ത് കൺസ്ട്രക്ഷൻ മെത്തേഡ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഇപ്പോൾ ഇത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലെ വെലോസിറ്റി വി എന്ന് എടുക്കാം. ഇവിടുത്തെ വെലോസിറ്റി വി. സോ വി ഇസ് ഈക്വൽ ടു എൻ ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് ജി ആർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി യു ആണ്. ഇവിടുത്തെ വെലോസിറ്റി യു. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എച്ച് എന്ന് പറയണത്, ഇപ്പോൾ ഇത് ആർ, ഇതും ആർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എച്ച് ഈസ് ഈക്വൽ ടു 2r വരും. അപ്പോൾ ഇത് ലൊക്കേഷൻ 1 ആയിട്ട് എടുക്കാം, ഇത് ലൊക്കേഷൻ 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ് 1 ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് 2 എന്ന് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ റെഫറൻസ് പോയിന്റ് എടുക്കും. ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഇതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഇറ്റ്സ് എ റെഫറൻസ് ലൈൻ. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ എനർജി 0 ആയിട്ട് എടുക്കാം. ഇപ്പോൾ T1, ഇപ്പോൾ ഈ പോയിന്റിൽ നമ്മുടെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, ½ m(u²). ഈ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ പൊസിഷൻ എനർജി ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു m × g × സോ 2r പ്ലസ് ½ × m × v² വരും. അവിടുത്തെ വിയുടെ വാല്യൂ ഓക്കെ വി എന്ന് പറയുന്നത് n. സോ വി ഈസ് ഈക്വൽ ടു n സ്ക്വയർ റൂട്ട് ഓഫ് ജി ആർ. അപ്പോൾ v² ഈസ് ഈക്വൽ ടു n സ്ക്വയർ ജി ആർ വരും. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/2 സോ m(u²). സോ m × g × 2r. സോ ½ m × n സ്ക്വയർ ജി ആർ വരും. അപ്പോൾ താഴത്തെ കൈനറ്റിക് എനർജി സോ ½ m(v²), കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം. സോ ½ m(u²) എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം mgr കോമൺ അല്ലേ നോക്കി. mgr കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 2 + n². സോ n പ്ലസ് ആട്ടോ ഇവിടെ ഈക്വൽ ടു അല്ല, ഇവിടെ പ്ലസ് n²/2 വരും. n²/2 അതാണ് കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം. സോ കൈനറ്റിക് എനർജി അറ്റ് ദ ബോട്ടം that is equal to ½ m(u²). സോ കൈനറ്റിക് എനർജി അറ്റ് ടോപ്പ് എന്ന് പറയുമ്പോൾ ½ m(v²) വരും. അപ്പോൾ അതിൻ്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി ബോട്ടം ടു സോ കൈനറ്റിക് എനർജി ടോപ്പ് ടു ബോട്ടം ആണ്. ദ റേഷ്യോ കൈനറ്റിക് എനർജി ബോഡി അറ്റ് ബോട്ടം ടു ദാറ്റ് അറ്റ് ടോപ്പ്. ഓക്കെ, ബോട്ടം ടു ടോപ്പിൻ്റെ ഓക്കെ. കൈനറ്റിക് എനർജി അറ്റ് ടോപ്പ്. സോ ½ m(u²). സോ ½ m(u²) ബൈ ½ m(v²). അപ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ നോക്കുക, ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. സോ ബോട്ടത്തിലെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ സോ mgr × 2 + n²/2 വരും. അറ്റ് ടോപ്പിലെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ½ m(v²). സോ ½ m(v²) എന്ന് പറയുമ്പോൾ സോ ½ m(v²). സോ 1/2 × m × n² gr വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n² gr. അപ്പോൾ 1/2 × m × n² gr വരും. ഇവിടെ നോക്കുക, ഇവിടെ mgr കോമൺ ആണ്. mg ഇവിടെ r ഇതെല്ലാം കോമൺ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. സോ ഇവിടെ 4 + n²/2 ഡിവൈഡഡ് ബൈ n²/2 വരും. അപ്പോൾ ഇവിടെ നോക്കി 1/2 ക്യാൻസൽ ആയി പോകും. നമുക്ക് n² + 4/n² എന്ന് വരും. n² + 4/n². അപ്പോൾ അങ്ങനെ വരുന്ന ആൻസർ n² + 4/n², ഓപ്ഷൻ 4. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4, n² + 4/n².
Question number 16, option 4. Question number 41, okay, 41. India the 41 ആണ്. അല്ല ഓർഡർ ഇപ്പോൾ വേണമെങ്കിൽ ഫിസിക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ 16 to number, okay, question number 16. Okay, next question po. If u and v, the distance of the object and image from a lens of focal length f, the correct graphical representation of u and v for a convex lens. ഇവിടെ യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ നമ്മുടെ ഈ ലെൻസ് ഒക്കെ നമ്മുടെ ലെൻസിൻ്റെ നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പൊതുവെ ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ ലെൻസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെൻസ് ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് യുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. യുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ എഫിൻ്റെ അപ്പുറത്ത്, അതായത് എഫിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ലെഫ്റ്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുന്ന റിയൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് റിയൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിയൽ ഇമേജ് തന്നെയായിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ലെൻസിൻ്റെ അപ്പുറം ആയിരിക്കും. അപ്പോൾ വിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, യുടെ വാല്യൂ നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഗ്രാഫ് യുടെ വാല്യൂ ഇപ്പോൾ ഇത് നെഗറ്റീവ്, ഞാൻ നെഗറ്റീവ് എക്സൈസ് വരികയാണെങ്കിൽ യുടെ വാല്യൂ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുന്നത് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് ഇവിടെ u = f, ഈ പോയിന്റ് u = f വരും. ഇവിടെ വരെ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് നമുക്ക് വരുന്നത് ഒരു ഹൈപ്പർബോള ടൈപ്പ് ഇങ്ങനെ ഒരു ഗ്രാഫ്. കാരണം വെൻ യുടെ വാല്യൂ നമ്മുടെ ആ ഫോക്കൽ ലെങ്ത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് ശരിക്കും ഇങ്ങനെ വരുന്നത്. ഇനി ഇതിൻ്റെ താഴെയുള്ള ഗ്രാഫ് ആണെങ്കിൽ ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ സമയത്താണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. അത് ചോദിച്ചിട്ടില്ല. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ഒപ്റ്റിക്കൽ സെൻറ്ററിന് ഫോക്കൽ ലെങ്തിനെ ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഗ്രാഫ് ഇത് തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ അതായത് എഫിൻ്റെ ലെഫ്റ്റിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കണമെങ്കിൽ എന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കിടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ u = 2f വരുമ്പോൾ u = 2f വരുമ്പോൾ ഇമേജും 2f തന്നെയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടുന്ന് ഒരു 45 ഡിഗ്രിയിലൊരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ആ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇവിടെ ടച്ച് ചെയ്യണമെന്ന് നമ്മൾ നോർമലി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന ഡിസ്റ്റൻസ് പറയും 2f ആയിരിക്കും. ഇനി എഫിനൊക്കെ, അതായത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്ന ഒപ്റ്റിക്കൽ സെൻറ്ററിന് ഫോക്കൽ ലെങ്തിന് ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഇടുന്ന ഗ്രാഫ് ഇതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെൻ u = ഈ കേസ് പറഞ്ഞാൽ വെൻ u <f ആകുമ്പോൾ, ഈ കേസ് പറഞ്ഞാൽ ഇത് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെൻ യുടെ വാല്യൂ <f ആകുമ്പോൾ, യുടെ വാല്യൂ വെൻ യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ f ആകുമ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നമുക്ക് ഇത് കോൺവെക്സ് ലെൻസാണ്. കോൺകേവ് ലെൻസ് ഒക്കെ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്ന് വെച്ചേക്കും. ഓക്കെ, ഇനി അടുത്ത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 41 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 42 അല്ലെങ്കിൽ 17, ഓപ്ഷൻ 2 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡിസ്റ്റൻസ് r greater than 0 ഫ്രം എ സെൻറ്റർ ഓഫ് എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ വിത്ത് സർഫസ് ഡെൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഓഫ് എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ വിത്ത് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആറിൻ്റെ വാല്യൂ r ഇൻസൈഡ് ആണ്. r = 0 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ A2 ഓപ്ഷൻ 3 ആണ്. അപ്പോൾ എ മാച്ച് ചെയ്യുന്നത് A2 ഓപ്ഷൻ 3. A2 ഓപ്ഷൻ 3. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r greater than 0 ഫ്രം എ യൂണിഫോംലി ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് വിത്ത് സർഫസ് ഡെൻസിറ്റി. E due to a plane sheet വരുമ്പോൾ യുടെ വാല്യൂ E = σ/2ε0 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് B2 ആണ്. അപ്പോൾ B2. ഓക്കെ, അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലൊക്കെ എടുക്കുമ്പോൾ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഒരു ചാർജ് ഇൻഫിനിറ്റ് ചാർജ് ഒരു ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആകുമ്പോൾ യുടെ വാല്യൂ σ/2ε0 വരും. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ വിത്ത് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ്. ഔട്ട്സൈഡ് പോയിന്റ് ആകുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E = അത് kq/r² വരും. kq/r². അപ്പോൾ k × q എന്ന് പറയുമ്പോൾ സിഗ്മ × 4π. ഇതിൻ്റെ റേഡിയസ് വന്നിട്ട് ഇതിൻ്റെ റേഡിയസ് r ആണ്. ഇതിൻ്റെ റേഡിയസ് r വരും. സിഗ്മ × 4πr². സിഗ്മ എന്ന് പറയുമ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി, അത് ഇൻറ്റു സർഫസ് ചാർജ് ഡെൻസിറ്റി ടൈംസ്
സർഫസ് ഏരിയ സ്ഫെറിക്കൽ സ്ഫിയറിന് ഷെല്ലിൻ്റെ സർഫസ് ഏരിയ 4πr² ഡിവൈഡഡ് ബൈ r² വരും. അപ്പോൾ ഇവിടെ 1/4πε0 സിഗ്മ ഇൻറ്റു 4πr² വരും. അപ്പോൾ 4π ക്യാൻസലായി പോവും. അപ്പോൾ സിഗ്മ r² ബൈ സ്മോൾ r² വരും. അതിൻ്റെ ε0 ഉണ്ട്. ഓക്കെ, സിഗ്മ ബൈ ε0 ക്യാപിറ്റൽ r² ബൈ സ്മോൾ r². അപ്പോൾ സിഗ്മ r² ബൈ ε0 സ്മോൾ r² എന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ശരിക്കും. സി ഇവർ തന്നിരിക്കുന്നത് C/4 ആണ്. ഓക്കെ, ഇപ്പോൾ സിക്ക് മാച്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ, സിക്ക് ശരിക്കും വാല്യൂ വരുന്നത് സിഗ്മ ഇൻറ്റു r² ബൈ ε0 r² എന്നൊരു വാല്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ ശരിക്കും ഇല്ല. ഇനി അടുത്ത് ഡി നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് പാരലൽ ഷീറ്റ്. ഓക്കെ, രണ്ട് സിഗ്മ, രണ്ടിൻ്റെ ചാർജ് സെയിം തന്നെ. ഇതിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് പ്ലെയിൻ ഷീറ്റ് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈയുടെ വാല്യൂ എത്രയായിരിക്കും? ഇപ്പോൾ ഇത് സിഗ്മ ബൈ 2ε0 മൈനസ് സിഗ്മ ബൈ 2ε0. ഈ ഇൻസൈഡ് ഈ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഓക്കെ, ഈ ബിറ്റ്വീൻ ബിറ്റ്വീൻ ദ പ്ലെയിൻ ഷീറ്റ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ സിഗ്മ ബൈ 2ε0 മൈനസ് സിഗ്മ ബൈ 2ε0 അതിൻ്റെ വാല്യൂ 0 വരും. അപ്പോൾ D2 3 ആണ്. D2 3 വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഓപ്പോസിറ്റ് ചാർജാണ്. ഇവിടെ ഓപ്പോസിറ്റ് ചാർജാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്, ഇത് ഓപ്പോസിറ്റ് ചാർജാണ്. മാറിപ്പോയി, രണ്ടിന് സെയിം ചാർജല്ല, രണ്ടിന് ഓപ്പോസിറ്റ് ചാർജാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് വരുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒരെണ്ണം, ഇത് സിഗ്മ, ഇത് നെഗറ്റീവ് സിഗ്മ, ഇത് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് സിഗ്മ ബൈ 2ε0. ഈ പോയിന്റ് ഇത് നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ അതും അതിനെ അട്രാക്ട് ചെയ്യുന്നത്, അതും സിഗ്മ ബൈ 2ε0 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 സിഗ്മ ബൈ 2ε0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 വരും. അപ്പോൾ ഡി മാച്ച് വിത്ത് ഏത് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡി മാച്ച് വിത്ത് 3 അല്ല. സോ ഡി മാച്ച് വിത്ത് ഓപ്ഷൻ 1. അപ്പോൾ നോക്കുക, എ മാച്ച് വിത്ത് 3 ആയിട്ട് മാച്ച് ചെയ്യുന്നു. ബി മാച്ച് വിത്ത് 2, സിക്ക് മാച്ചിങ് ആയിട്ട് ഇവിടെ ഇല്ല, ഡിക്ക് മാച്ചിങ് ആയിട്ട് 1 ആണ്. അപ്പോൾ എ വിത്ത് 3, ഓക്കെ, എ വിത്ത് 3, ബി വിത്ത് 2, ഡി മാച്ച് വിത്ത് 1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷനാണ്. ഓക്കെ, ഫോർത്തിൽ ഈ സി മാറിപ്പോയെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ശരിക്കും സി മാച്ച് വിത്ത് 4 ആണ് പറഞ്ഞത്. 4ൻ്റെ ഇവിടെ സിഗ്മ r² അങ്ങനൊരു ശരിക്കും ഇത് വന്നായിരുന്നു. ഈ ഓപ്ഷൻ ശരിക്കും സിഗ്മ r² ബൈ ε0 സ്മോൾ r² എന്ന് വന്നായിരുന്നു. ഈ ക്യാപിറ്റൽ r² അവിടെ മിസ്സായിപ്പോയി. അപ്പോൾ ശരിക്കും ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഏറ്റവും കറക്റ്റായിട്ട് ഏറ്റവും മോസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഈ സി മാത്രം ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലെങ്കിൽ 43 ആൻസർ ഓപ്ഷൻ 4 വരും. തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതിൽ ഇവിടെ സിഗ്മ r² വന്നായിരുന്നു, ക്യാപിറ്റൽ r² മിസ്സിംഗ് ആണ് അതിൻ്റെ, അത് അത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ദ വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് ചേഞ്ച്. ഒരു വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി. ഓക്കെ, ഒരു അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ നമുക്കറിയാം ΔU പ്ലസ് W എന്നാണ്. അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോൾ ഇൻ അഡിയബാറ്റിക് പ്രോസസ് Qയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ നെഗറ്റീവ് ΔU എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ നെഗറ്റീവ് NCV ΔT എന്ന് വരും. അപ്പോൾ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ, കാരണം NCV എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് പറയുന്നത് ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹീറ്റ് ഒന്നുമല്ല, കോൺസ്റ്റന്റ് സ്പെസിഫിക് കോൺസ്റ്റന്റ് വോളിയം. സോ ഡിപ്പെൻഡ്സ് ഓൺ ΔT നെയാണ്. ഇവിടെ ΔT ആണ് വേരിയബിൾ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ΔT ആണ് വേരി ചെയ്യുന്നത്. അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു P1V1 മൈനസ് P2V2 ബൈ ഗാമ മൈനസ് 1. അല്ലെങ്കിൽ ഇത് നമുക്ക് NR T1 മൈനസ് NR T2 ബൈ ഗാമ മൈനസ് 1 എഴുതാം. അല്ലെങ്കിൽ N ഇൻറ്റു R ഇൻറ്റു ΔT ബൈ ഗാമ മൈനസ് 1. അതായത് ΔT എന്ന് പറയുമ്പോൾ ΔT ഈസ് ഈക്വൽ ടു T1 മൈനസ് T2. ഓക്കെ, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. ഒരു അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരും. അപ്പോൾ അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44 ആൻസർ ഓപ്ഷൻ 4 വരും. ഇതൊരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ അത് അസേഷൻ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ബട്ട് നോട്ട് മൊമെൻറ്റം. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏത് വേവ് ട്രാൻസ്പോർട്ട് എനർജിയാണ്, അത് എനർജി ക്യാരി ചെയ്യും.
പക്ഷേ EM വേവ് ഒക്കെ അത് ഇറ്റ് ഹാസ് ബോത്ത് മൊമെൻറ്റം ആൻഡ് എനർജി. അപ്പോൾ ഇതൊരു റോങ് ആണ്, അസേഷൻ റോങ് ആണ്. കാരണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ അത് പ്രൂവ് ചെയ്യുന്ന ആ EM വേവിനൊരു അതിൻ്റെ ഒരു പാർട്ടിക്കൽ നേച്ചറാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അത് പ്രൂവ് ചെയ്യുന്നത് EM വേവിൻ്റെ ഒരു പാർട്ടിക്കൽ നേച്ചർ. അപ്പോൾ പാർട്ടിക്കൽ നേച്ചർ എന്ന് പറയുമ്പോൾ ആ വരുന്ന EM വേവിന് അതിനൊരു മൊമെൻ്റ് ഉണ്ട്, വരുന്ന EM വേവിനൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് വെച്ചിട്ടാണ് അത് ഇലക്ട്രോണിനെ അവിടുന്ന് എജക്ട് ചെയ്യുക അല്ലെങ്കിൽ എമിറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരീസ് ബോത്ത് എനർജി ആൻഡ് മൊമെൻ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എനർജി ഉണ്ട്, മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ E=hν, അതിൻ്റെ മൊമെൻ്റ് P=, ഇനി നമുക്ക് hc/λ എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ λ അപ്പോൾ നമുക്കറിയാം λ h/p. സോ P=h/λ ആണ്. സോറി, മൊമെൻ്റ് P=h/λ ആണ്. ഒരു EM വേവിൻ്റെ മൊമെൻ്റ് അല്ലെങ്കിൽ നമുക്ക് m×c ഓക്കെ. സോ E=mc² നമുക്ക് എഴുതാം. E=mc². സോ E= മൊമെൻ്റം × c, അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ P എന്ന് പറയുന്നത് മൊമെൻ്റം mc². ഓക്കെ. ഇപ്പോൾ ഒരു EM വേവിൻ്റെ മൊമെൻ്റം ഒരു EM വേവിൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ h/λ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഒരു EM വേവ് ഓക്കെ, EM വേവിന് അതിന് എനർജിയും കാണും, അതിന് മൊമെൻറ്റും കാണും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് mc² hc/λ വരും. അപ്പോൾ c യും c ക്യാൻസൽ ആയി പോകും. λ h/mc, അതെന്ന് പറയുന്നതിൻ്റെ മൊമെൻ്റാണ്, h/p എന്ന് വരും. അപ്പോൾ മൊമെൻറ്റം മൊമെൻ്റ് ഓഫ് എൻ EM വേവ് P=h/λ ആണ്. P=h/λ. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, റോങ് അസേഷൻ റോങ് ആണ്. ഇനി മാസ് ഓഫ് ഫോട്ടോൺ, കാരണം ഫോട്ടോണ് മാസൊന്നുമില്ല, മാസ് ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മാസ് ഓഫ് ഫോട്ടോൺ 0 ആണ്. അപ്പോൾ റീസൺ കറക്റ്റാണ്, കാരണം ഫോട്ടോണ് മാസമൊന്നുമില്ല, പക്ഷേ അതിന് മൊമെൻ്റ് ഉണ്ട്. ഫോട്ടോണിന് മൊമെൻ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ മൊമെൻ്റ് P=h/λ ആണ്. അപ്പോൾ ഫോട്ടോണിൻ്റെ മൊമെൻ്റ് P=h/λ. അപ്പോൾ അതിന് മാസമൊന്നുമില്ല. അപ്പോൾ അസേഷൻ ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. ഓക്കെ, അസേഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ്. ഓക്കെ, അതിന് വരുന്ന ഓപ്ഷൻ 1 വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 45 ആൻസർ ഓപ്ഷൻ 1. അല്ലല്ല, അസേഷൻ ഫോൾസ് മാറിപ്പോയി. അതായത് അസേഷൻ ഫോൾസ് ആണ്, അസേഷൻ ഫോൾസ് ആ റീസൺ ട്രൂ. അപ്പോൾ ഓപ്ഷൻ 2 വരും. അസേഷൻ റോങ്, റീസൺ കറക്റ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45 നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇനിയിപ്പോൾ എല്ലാം ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ കോർഡിനേറ്റ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഇൻ എ ഗിവൺ റെഫറൻസ് ഫ്രെയിം ഈസ് 1 1 1. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ R = അപ്പോൾ നമുക്കറിയാം 1 വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ 1 - 0 × I + 1 - 0 × J + 1 - 0 × K, അതായത് R2 - R1 അതാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്ന് പറയുമ്പോൾ I + J + K വരും. IJK, I + J + K, അതാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ. ഫോഴ്സിൻ്റെ വെക്ടർ ഫോം തന്നിട്ടുണ്ട്. ഫോഴ്സ് = I - J + K വരും. ഫോഴ്സിൻ്റെ വാല്യൂ അതൊരു വെക്ടർ ഫോം വന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരുന്നത് ടോർക്കാണ്. ടോർക്ക് = നമുക്കറിയാം R×F ആണ്. ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഇൻ Z ഡയറക്ഷൻ ആണ്, ഓർത്തിരിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഇൻ Z ഡയറക്ഷൻ. ഇപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓക്കെ IJK 1 1 1, അത് R×F ആണ്, F×R അല്ല, ഓർത്തിരിക്കുക. R×F 1 -1 1. അപ്പോൾ നമുക്ക് K ഇപ്പോൾ ഇത് = I × 1 - -1 - J × 1 - 1 + K × -1 - 1 വരും. അപ്പോൾ ഇതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് = നമുക്ക് 2I - 2K വരും. അപ്പോൾ ടോർക്കിന് ടോർക്ക് = τxi അല്ല τzk വരും. അപ്പോൾ ടോർക്കിന് Z ഡയറക്ഷൻ = -2K ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടോർക്കിന് Z ഡയറക്ഷൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് = 2 എന്ന് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 46 ആൻസർ 2 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ആണ്. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. എ കണ്ടെയ്നർ ഓഫ് ഫിക്സഡ് വോളിയം. ഇവിടെ വോളിയം ഫിക്സ്ഡ് ആണ്, V കോൺസ്റ്റൻറ്റ്. കണ്ടെയ്ൻ ഗ്യാസ് സെറ്റ്. T1ൻ്റെ വാല്യൂ T1 = 27 ഡിഗ്രി. 27 ഡിഗ്രി എന്ന് പറയുമ്പോൾ 273 + 27 300 Kelvin വരും. To double the pressure of a gas, the temperature of the gas should be raised to.
അതൊരു കണ്ടെയ്നറിലാണ്, അതിൻ്റെ വോളിയം ഫിക്സ്ഡ് ആണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ പ്രഷർ ഡബിൾ ആക്കണം. ആ ഗ്യാസിൻ്റെ പ്രഷർ ഡബിൾ ആക്കണമെങ്കിൽ അതിന് വാട്ട് ഷുഡ് ബി ദ ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചറിലോട്ട് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കോൺസ്റ്റൻ്റ് പി വി ഇസ് ഈക്വൽ ടു NRT. ഇവിടെ വി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ വിയുടെ വാല്യൂ കോൺസ്റ്റൻറ്റ്, വിയുടെ വാല്യൂ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക പി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് വരും, P/T1. സോ P1/P/T കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ P പ്രൊപ്പോർഷണൽ ടു ടി, സോ P/T കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് P1/T1 ഈസ് ഈക്വൽ ടു P2/T2 എന്ന് വരും. ഇപ്പോൾ P1 P ആണെങ്കിൽ P2 2P ആയിരിക്കണം. P1ൻ്റെ വാല്യൂ P ആണെങ്കിൽ P2ൻ്റെ വാല്യൂ 2 times P വരും. ഇവിടെ T1ൻ്റെ വാല്യൂ 300. ഓക്കെ, P/300 ഈസ് ഈക്വൽ ടു സോ 2P/T2. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു നമുക്ക് 600 Kelvin വരും. ഇപ്പോൾ T2ൻ്റെ വാല്യൂ, കാരണം പ്രഷർ ഡബിൾ ആക്കുമ്പോൾ, കാരണം പ്രഷർ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ആക്കുമ്പോൾ പ്രഷർ ഡബിൾ ആകും. ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ കെൽവിനിലായിരിക്കണം, കാരണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷനകത്തെല്ലാം കെൽവിനിലായിരിക്കണം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ ആൻസർ 600 Kelvin. പക്ഷേ നമുക്ക് വേണ്ടത് സെൽഷ്യസിലാണ്. ഓക്കെ, സെൽഷ്യസിലാണ് ആൻസർ വേണ്ടത്. ഇപ്പോൾ T2 ഈസ് ഈക്വൽ ടു സെൽഷ്യസിൽ വരുമ്പോൾ 600 - 273. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓക്കെ 600 - 273 എന്ന് പറയുമ്പോൾ 723. സോ 327 ഡിഗ്രി സെൽഷ്യസ് വരും. അപ്പം അതിൻ്റെ ആൻസർ 327 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് കുറച്ച് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, ഇത് പൊതുവെ നിങ്ങളൊക്കെ ചെയ്യുന്നതാണ്, സ്റ്റേറ്റ് സമായിട്ടറിനകത്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്നൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ആൻസർ 327 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഇപ്പോൾ ഇതൊരു ഒപ്റ്റിക്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റൻ. സോ 2 light beams falls on a transparent material block at a point 1 and 2 at an angle θ1 and θ2 respectively are shown in the figure. After refraction, the beam intersect at a point 3 which is exactly on the interface at other end of the block given the distance 1 and 2. Distance between 1 and 2 d യുടെ വാല്യൂ 4√3 cm and θ1 is equal to θ2 is equal to cos inverse n2/2 n1 where refractive index of block n2 and refractive index of outside medium. n1 എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 എന്ന് പറയുമ്പോൾ ആ ബ്ലോക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. അങ്ങനെയാണ് വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദ ബ്ലോക്ക്, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ബ്ലോക്ക്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. പിന്നെ അത് നോക്കി ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഈ n1 ഉം n2 ഈ θ1 θ2 സെയിം തന്നെയാണ്. നമ്മൾ രണ്ട് ഇതാണെങ്കിൽ θ1 ഈസ് ഈക്വൽ ടു ഇവിടെ θ1 ഈസ് ഈക്വൽ ടു θ2, അതിനെ ജസ്റ്റ് ഞാൻ θ എന്ന് വിളിക്കുകയാണ്. θ1 ഈസ് ഈക്വൽ ടു θ1, അപ്പോൾ അത് ജസ്റ്റ് θ എന്ന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന റേ ഇവിടെ കൺവേർജ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു പോയിന്റിൽ ഇവിടെ കൺവേർജ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ഒക്കെ ഈ റേയുടെ ഇത് ഇപ്പോൾ ഇതിൽ കൂടെ പോകുന്ന നോർമൽ. ഓക്കെ, ഇതിൽ കൂടെ പോകുന്ന നോർമൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ തന്നിരിക്കുന്ന ആംഗിളൊക്കെ തീറ്റയാണ്. ഓക്കെ, ഈ ആംഗിൾ തീറ്റ. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഞാൻ ഒരു x1 എന്ന് വിളിക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് ഞാൻ x1, ഇതല്ല x1. ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് തിക്നെസ് t ആണ്. അപ്പോൾ ഇത് ആംഗിൾ തീറ്റ, ഇവിടുത്തെ റിഫ്രാക്ഷൻ ആഫ്റ്റർ റിഫ്രാക്ഷൻ ആംഗിൾ നമുക്ക് r എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നോക്കി ഈ ആംഗിൾ θ2 തന്നെ, ഇത് രണ്ടും സെയിമാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും ഓക്കെ ഈ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മളൊരു ഓക്കെ കാരണം ഈ θ1 θ2 സെയിം ആംഗിളാണ്. θ1 θ2 സെയിം ആംഗിളാണ്. θ1 ഈസ് ഈക്വൽ ടു θ2. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് തീറ്റ എന്ന് വിളിക്കുകയാണ്. θ1 ഈസ് ഈക്വൽ ടു θ2 ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ ആംഗിൾ തീറ്റ. അപ്പോൾ ആഫ്റ്റർ അപ്പോൾ ഈ രണ്ട് റേയുടെ പാത്ത് എടുക്കുമ്പോൾ ഇതൊരു ശരിക്കും ഒരു മിറർ ഇമേജ് പോലെ വരും. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ, അപ്പോൾ ഇത് കറക്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു നോർമൽ വരച്ചു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ഇമേജ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് തീറ്റയാണ്, ഇതും തീറ്റയാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് തന്നെയായിരിക്കും. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് 6 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ ഇത് 6 ആണെങ്കിൽ ഇതും 6 തന്നെയായിരിക്കും. അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. അപ്പോൾ ഞാൻ ടാൻ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ടാൻ ആർ
ഈസ് ഈക്വൽ ടു എക്സ് ബൈ തിക്നെസ് എന്ന് വരും. അപ്പോൾ നോക്കുക ഈ എക്സ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ടി ടൈംസ് ടാൻ ആർ വരും. അപ്പോൾ ഇവിടെ നോക്കുക ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 and 2. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ സോ എക്സ് പ്ലസ് എക്സ് ആണ് ഡി, എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2t 2 ടൈംസ് അത് 2x ഈസ് ഈക്വൽ ടു ഡി എന്ന് വരും. സോ 2 ടൈംസ് ടി ഇൻറ്റു ടാൻ ആർ ഈസ് ഈക്വൽ ടു ഡി എന്ന് വരും. അപ്പോൾ നമ്മളോട് തിക്നെസ് ആണ്, തിക്നെസ് ടി ഈസ് ഈക്വൽ ടു തിക്നെസ്സിൻ്റെ വാല്യൂ ഡി ബൈ ടു ടാൻ ആർ വരും. ഇവിടെ നോക്ക് തിക്നെസ് ടി ഈസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് ഈസ് ഈക്വൽ ടു ഡി ബൈ 2 ടൈംസ് ടാൻ ആർ വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടുത്തെ ഇക്വേഷൻ നോക്കി, ഇവിടുത്തെ സൈൻ ഐ. അപ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് നമ്മുടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഓഫ് സെക്കൻഡ് മീഡിയ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയ. സോ N2 by N1 എന്ന് വരും. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സൈൻ ഐ ഈ ഐ എന്ന് പറയുന്നത് നോക്കുക. സോ ഐ ഈസ് ഈക്വൽ ടു ഇവിടെ ഐ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ 90 മൈനസ് തീറ്റ വരും. സോ 90 മൈനസ് തീറ്റ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1 എന്ന് വരും. അപ്പോൾ നോക്കുക സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് കോസ് തീറ്റ ആയിരിക്കും. സോ കോസ് തീറ്റ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1 എന്ന് വരും. സൈൻ 90 മൈനസ് തീറ്റ സൈൻ ഐ ബൈ സൈൻ ആർ, ഇവിടുത്തെ ഐയുടെ വാല്യൂ സൈൻ ഐ ബൈ സൈൻ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു N2 by N1. സോ കീ ഇൻഫാക്റ്റ് ഇൻഡെക്സ് N2, ഇത് N1. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1. അപ്പോൾ സൈൻ ഐ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല തന്നിരിക്കുന്നത്, ഈ ആംഗിളാണ് തന്നിരിക്കുന്നത്. അത് ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത് തീറ്റ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ വരും. സൈൻ 90 മൈനസ് തീറ്റ സൈൻ ഐ എന്ന് പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1. അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു റിലേഷൻ വന്നിട്ടുണ്ട്. സോ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ 1 ഈസ് ഈക്വൽ ടു തീറ്റ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് N2 by 2N1 എന്ന് വരും. അപ്പോൾ സോ ദിസ് ഈസ് ഈക്വൽ ടു അതായത് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് N2 by 2N1. അപ്പോൾ നോക്കിയേ കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ റിലേഷൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു N2 by 2N1. N2 by 2N1. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു N2 by 2N1. സോ N2 by 2N1 സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 by N1 എന്ന് വരും. ഇപ്പോൾ ഇവിടെ നോക്കുക N2 by N1 കോമൺ അല്ലേ, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ സൈൻ ആർ ഈസ് ഈക്വൽ നമ്മൾ ചെയ്യുമ്പോൾ സൈൻ ആർ ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2, അത് 30 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇപ്പോൾ സൈൻ ആർ ഈസ് ഈക്വൽ ടു ഇപ്പോൾ ആർ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ടാൻ ആർ ഈസ് ഈക്വൽ ടു ടാൻ ആർ സൈൻ ആർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ടാൻ ആർ ഈസ് ഈക്വൽ ടു ടാൻ 30. സോ ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. സോ ടാൻ 30 ഈസ് ഈക്വൽ ടു 1/√3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട തിക്നെസ് ആണ്. തിക്നെസ് ടി ഈസ് ഈക്വൽ ടു തിക്നെസ് ടി ഈസ് ഈക്വൽ ടു സോ ഡി ബൈ 2 ടൈംസ് ടാൻ ആർ. അപ്പോൾ തിക്നെസ് ടി ഈസ് ഈക്വൽ ടു ഡിയുടെ വാല്യൂ 4√3 ബൈ 2 ഇൻറ്റു ടാൻ 60 വരും. സോറി ടാൻ 60 അല്ല ടാൻ 30. അപ്പോൾ 4√3 ബൈ 2 ഇൻറ്റു 1/√3 വരും. അപ്പോൾ 2 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഇൻറ്റു √3 വരും. പ്ലസ് 2 ഇൻറ്റു 6 2 ഇൻറ്റു 3 √3 ടൈംസ് √3 വരും. സോ 2 ഇൻറ്റു 3 6. ഇപ്പോൾ ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്, ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്ററിൽ വരും. അപ്പോൾ അതിൻ്റെ ആ ട്രാൻസ്പെറൻറ്റ് മീഡിയ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് അതിൻ്റെ തിക്നെസ് ഇറ്റ് ബിക്കം 6 സെൻറ്റിമീറ്റർ വരും. അതിൻ്റെ ആൻസർ 6 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ കുറച്ച് ട്രിഗ്നോമെട്രിയുടെ ഒരു റിലേഷൻ അത് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ 6. ആൻസർ 6 വരും. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് അവിടെ ഇൻപുട്ട് പിസ്റ്റൻ്റെ ഏരിയ അത് ഇവിടുത്തെ ഏരിയ A1 എന്ന് പറയുന്നത് 6 cm² ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 100 Newton. ഇനി മറ്റേ സൈഡിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ A2 എന്ന് പറയുമ്പോൾ 1500 cm². അപ്പോൾ രണ്ട് സ്ഥലത്ത് cm² ആണ്.
അപ്പോൾ കൺവേർഷൻ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വരുന്ന F2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രഷർ സെയിം ആണ്, കാരണം പാസ്കൽസ് ലോ. പ്രഷർ ട്രാൻസ്മിറ്റഡ് ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വലി ട്രാൻസ്മിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, ഇവിടുത്തെ പ്രഷർ P ആണെങ്കിൽ ഇവിടുത്തെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ P തന്നെയായിരിക്കും. അപ്പോൾ P ഈസ് ഈക്വൽ ടു F1/A1, അത് തന്നെയായിരിക്കും ഇവിടുത്തെ F2/A2. ഇവിടുത്തെ F1ൻ്റെ വാല്യൂ 100 ന്യൂട്ടൺ, A1ൻ്റെ വാല്യൂ 6 cm², A2ൻ്റെ വാല്യൂ 1500 വരും. അപ്പോൾ ഇവിടെ നോക്കി F2 ഈസ് ഈക്വൽ ടു നോക്കി ഇവിടുത്തെ ഫോഴ്സ് F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു A2/A1 വരും. F1ൻ്റെ വാല്യൂ 100 ഇൻറ്റു 1500/6 വരും. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫോഴ്സ് F2. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ പിസ്റ്റൺ ഓക്കെ, പിസ്റ്റൺ ഇത് മൂവ് ചെയ്ത്, ഈ പിസ്റ്റൺ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് 20 ഓക്കെ. ഇവിടുത്തെ ഫോഴ്സ് F2, ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് S ഈസ് ഈക്വൽ ടു 20 cm, അല്ലെങ്കിൽ നമുക്ക് 0.2 ഓക്കെ, 0.2 മീറ്റർ എന്ന് വരും. അത് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. കാരണം ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് കിലോ ജൂളിലാണ് വേണ്ടത്, നമുക്ക് SI യൂണിറ്റിലാണ് വേണ്ടത്. അപ്പോൾ അത് മീറ്ററിലോട്ട് മാറ്റി. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ്, അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് S2 ഒന്ന് എടുക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു S2 വരും. കാരണം ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ 100 ഇൻറ്റു 1500/6 ഇൻറ്റു 0.2 വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 ഇൻറ്റു 150 ഇൻറ്റു 2/6 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 100 ഇൻറ്റു ഇത് 300/6 എന്ന് പറയുമ്പോൾ 50 വരും. ഇത് 300/6 50, അത് 5 ഇൻറ്റു 10⁻⁴ ജൂൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിലോ ജൂൾ വരും. 5 ഇൻറ്റു 10⁻³ ജൂൾ 5 കിലോ ജൂൾ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 കിലോ ജൂൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 വരും. 5 ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24 അല്ലെങ്കിൽ 49 ആൻസർ 5 വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ മാക്സിമം സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ എ സ്റ്റിൽ വാട്ടർ ഈസ് 27 km/h. ഒരു ഒരു ബോട്ടിങ്ങിന് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബോട്ടിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 27 ആണ്. ആ ബോട്ട് ഈസ് മൂവിങ് ഡൗൺ സ്ട്രീം, ബോട്ടിൻ്റെ സ്പീഡ് ഓക്കെ, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 9 km/h. ഇതിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഓക്കെ, വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറയുമ്പോൾ 27 ആണ്. ഓർത്തിരിക്കുക, വിത്ത് റെസ്പെക്ട് ടു വാട്ടർ അതിന് 27 km/h പോകാം. A man in the boat throws a ball vertically upwards with a speed 10 m/s. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഒരു ബോൾ മുകളിലോട്ട് എറിയുന്നു. റേഞ്ച് ഓഫ് ബോൾ ഒബ്സർവ് ബൈ ദ ഒബ്സർവർ അറ്റ് റെസ്റ്റ് ഓൺ എ റിവർ ബാങ്ക് ഈസ്. അപ്പോൾ ആ ബോട്ടിലിരിക്കുന്ന ഒരാൾ മുകളിലോട്ട് എറിയാണ്. അപ്പോൾ പുള്ളി മുകളിലോട്ട് എറിയുമ്പോൾ ആളും ബോട്ടിനൊപ്പം മൂവ് ചെയ്യാണ്. അപ്പോൾ ആ ബോൾ മുകളിലോട്ട് പോകുമ്പോൾ ബോളിന് ആ ബോട്ടിൻ്റെ വെലോസിറ്റി തന്നെ കിട്ടും. അപ്പോൾ ആ ബോട്ട് മുകളിലോട്ട് എറിയുമ്പോൾ പുള്ളിയുടെ കയ്യിലോട്ട് തന്നെ വരും. പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് ഒരാൾ നോക്കുമ്പോൾ പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ പാത്ത് ഇങ്ങനെയായിരിക്കും. കാരണം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, കാരണം ഇതിനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട് ആ ബോളിന്. കാരണം ഈ ബോട്ടിനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റി തന്നെ ബോളിനും കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആ ബോട്ടിനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, അതുപോലെ ആ വെലോസിറ്റി തന്നെ ആ ബോളിനും കിട്ടും. കാരണം ആ ബോട്ട് വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നു, ആ വാട്ടർ ഓൾറെഡി ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഓക്കെ, വെലോസിറ്റി ഓഫ് ബോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് വാട്ടർ പ്ലസ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. കാരണം ഡൗൺ സ്ട്രീമിലല്ലേ പോണേ. ഡൗൺ സ്ട്രീമിൽ പോകുമ്പോൾ രണ്ട് വെലോസിറ്റി ഓഫ് വാട്ടറും വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അത് 9 + 27 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 km/h വരും. അതിനെ നമ്മൾ m/s മാറ്റുമ്പോൾ 36 × 5/18 അത് 10 m/s വരും. അപ്പോൾ ആ ബോളിന് ഓക്കെ, ആ എറിയുന്ന ബോളിന് അതിന് വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ഒരു 10 m/s ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ റേഞ്ച് ഈസ് ഈക്വൽ ടു നമ്മളൊരു ഹൊറിസോണ്ടൽ എറിയണ പോലെയാണ്. നമ്മളിങ്ങനെ എറിയുമ്പോൾ അതിൻ്റെ റേഞ്ച് R ഈസ് ഈക്വൽ ടു അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓക്കെ UX ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് വരും. ഇവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഒക്കെ റേഞ്ച് ഈസ് ഈക്വൽ ടു റേഞ്ച് എന്ന് പറയുമ്പോൾ UX ഇൻറ്റു
റേഞ്ച് എന്ന് പറയുമ്പോൾ യു എക്സിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടുത്തെ യു എക്സിൻ്റെ വാല്യൂ യു എക്സ് ഈസിക്കൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു എക്സ് ഈസിക്കൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ മുകളിലോട്ട് പറയണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2u/g 2uy/g വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10/10 2 സെക്കൻഡ് വരും. 2 സെക്കൻഡ് വരും. സോ 10 × 2 സോ 20 മീറ്റർ. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് വരും. കാരണം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആ ബോളിന് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആ ബോളിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി 20 വരും. കാരണം ആ ബോട്ടിൻ്റെ വെലോസിറ്റിയും കിട്ടും. ആ ബോട്ട് ഓൾറെഡി വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്യാണ്. ആ വെള്ളത്തിൻ്റെ വെലോസിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്യണം. കാരണം ഡൗൺ സ്ട്രീമിലാണ് പോകണേ. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ പോകുമ്പോൾ ആ വെലോസിറ്റി ഓഫ് വാട്ടർ പ്ലസ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, ഇപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെ. ബോട്ട് ഡൗൺ സ്ട്രീമിൽ പോകണം, വെള്ളവും ഡൗൺ സ്ട്രീമിൽ തന്നെ. അപ്പോൾ രണ്ട് വെലോസിറ്റികൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ആഡ് ചെയ്തിട്ട് അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡോട് മാറ്റുമ്പോൾ 36 km/h വരും. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ആ ബോളിൻ്റെ പാത്ത് ഒരു പരാബോളിക് പാത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ചിൻ്റെ ബേസിക് ഇക്വേഷൻ അതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വെലോസിറ്റി ടൈംസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2uy/g 2 സെക്കൻഡ് വരും. അത് ടൈംസ് നമ്മുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് വേണ്ടത് സെൻറ്റിമീറ്ററിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇതിനെ 2 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 20 × 100 സോ 2000. 2000 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 2000 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഈസ് ഈക്വൽ ടു 2000 സെൻറ്റിമീറ്റർ. അതിൻ്റെ ആൻസർ 2000 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ 2000. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോ ഐ ഹോപ്പ് ദിസ് വൺ ഫൗണ്ട് യു ഇൻഫോർമേറ്റീവ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.